ഒരു ഫാമിലി ആണെങ്കിൽ തെരുവിൽ ഇങ്ങനെ ജീവിച്ച് നടക്കാണ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തോട്ട് പോകും. ഒരച്ഛൻ, ഒരമ്മ, 2 മക്കളും ഉണ്ട്. ഈ അച്ഛനാണെങ്കിൽ ജോലിക്കൊന്നും പോകത്തില്ല. പകരം ബാക്കിയുള്ള ആൾക്കാരുടെ നിന്ന് ഇങ്ങനെ പോയി പൈസ പറ്റിച്ചു വാങ്ങും. എന്റെ വണ്ടി കേടായി, അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് പൈസ വേണം, എനിക്ക് 2 മക്കളുണ്ട്, അവരും എന്റെ കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇയാൾ ജോലിക്ക് പോകാതെ ഇവരുടെ ഫാമിലിനെ അങ്ങനെ നോക്കുകയാണ്. അത് ഇവര് തെരുവിലാണ് താമസിക്കുന്നത്. ഇതൊരു സ്ത്രീ കണ്ടുപിടിക്കും. ആ സ്ത്രീ ഈ അമ്മേനെയും മക്കളെയും വിളിച്ചോണ്ട് പോകും. ഇവരെ നല്ല രീതിയിൽ നോക്കുകയാണ്. ഈ കുട്ടിക്ക് 9 വയസ്സായിട്ടും ഇതിനെ സ്കൂളിലൊന്നും പറഞ്ഞു വിട്ടിട്ടില്ലായിരുന്നു. ആരുടെ കുട്ടീനെ? ഈ ഒരു ഫാമിലിയിലുള്ള ഒരു കുട്ടീനെ. എന്നാൽ ആ ഒരു ലേഡി വിളിച്ചോണ്ട് പോയതിനു ശേഷം കുട്ടീനെ പഠിപ്പിക്കാനായിട്ടൊക്കെ തുടങ്ങി. എന്തിനായിരിക്കും ഈ ഫാമിലി തെരുവിൽ ജീവിച്ചിരുന്നത്? അവർക്ക് എന്താണ് ഇതിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത്? പിന്നീട് ഈ ഫാമിലിക്ക് എന്ത് പറ്റിക്കാണും ആ ഒരു ലേഡി വിളിച്ചോണ്ട് പോയതിനു ശേഷം? ആ ലേഡി എന്തിനായിരിക്കും ഇവരെ വിളിച്ചോണ്ട് പോയത്? ഇതൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് 2022 പുറത്തിറങ്ങിയ ദ ഹൈവേ ഫാമിലി എന്ന മൂവിയാണ്. കഥയിലോട്ട് പോണതിന് മുമ്പ് ലൈക്ക് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്താൽ അത്രയും ഉപയോഗപ്രദമായിരിക്കും. എന്നാ പിന്നെ നമുക്ക് വീട്ടിലോട്ട് പോയാലോ? സിനിമയുടെ തുടക്കത്തിൽ ഒരു ഫാമിലിനെയാണ് കാണിക്കുന്നത്. ഇവർക്ക് സ്വന്തമായിട്ട് വീടോ സ്ഥലങ്ങളോ ഒന്നുമില്ല. ഇങ്ങനെ തെരുവിൽ കൂടെ നടക്കും. പക്ഷെ ഇവര് നല്ല ഹാപ്പിയാണ്. ആ ഫാമിലി നല്ല ഹാപ്പിയാണ്. 2 കുട്ടികളും ഉണ്ട്. അവർക്ക് ലോക വിവരമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരും അച്ഛനും അമ്മയുടെയും കൂടെ ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ കിട്ടുന്ന സ്ഥലത്തൊക്കെ കിടന്നുറങ്ങിയിട്ട് കിട്ടുന്ന സമയം കളിക്കും. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെ നടക്കുകയാണ് ആ ഒരു ഫാമിലി. അതിൽ ആ ഒരു കൊച്ചു പെൺകുട്ടിയുടെ പേര് യുൻഹി എന്നാണ്. അതുപോലെ തന്നെ അനിയൻ പയ്യന്റെ പേര് ടെക്കി എന്നാണ്. നമുക്ക് ചേച്ചിക്ക് മാത്രം പേര് കൊടുത്താൽ മതി. യുൻഹി എന്നുള്ള പേര് കൊടുക്കാം. ബാക്കിയൊക്കെ അതിനനുസരിച്ച് പറയാം. എന്തായാലും അച്ഛനാണെങ്കിൽ കുറച്ച് ആൾക്കാരുടെ അടുത്ത് ചെല്ലുകയാണ്. 2 ആൾക്കാർ അവരോട് കുറച്ച് പൈസ കടം ചോദിക്കും. ഏകദേശം ഒരു 1300 രൂപ. മറ്റൊന്നുമല്ല, ഇയാളുടെ കാറ് ബ്രേക്ക് ഡൗൺ ആയി പോയി. അതുകൊണ്ട് തന്നെ വീട്ടിൽ പോകാനായിട്ട് പൈസ ഇല്ല. ഇയാൾക്ക് 2 കുട്ടികളുണ്ട്. കുട്ടികളെ എങ്ങനെയെങ്കിലും വീട്ടിൽ കൊണ്ടാക്കണം. അതുകൊണ്ട് തന്നെ കുറച്ച് പൈസ തന്ന് സഹായിക്കാമോ? തിരിച്ച് വീട്ടിൽ ചെന്ന ഉടനെ ആ പൈസ എല്ലാം തിരിച്ചയച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവരോട് ചോദിക്കും. എന്നാൽ അവരാണെങ്കിൽ കൊടുക്കാനായിട്ട് കൂട്ടാകുന്നില്ല. അന്നേരമായിരിക്കും 2 കുട്ടികൾ അങ്ങോട്ട് ഓടി വരുന്നത്. അച്ഛാ, നമുക്ക് വീട്ടിൽ പോകാന്ന് പറഞ്ഞിട്ട്. ഈ 2 കുട്ടികളെ കണ്ട ഉടനെ ആ 2 ആൾക്കാരുടെ മനസ്സലിയാണ്. കുറച്ച് പൈസ എടുത്ത് ഈ അച്ഛന് കൊടുക്കുകയാണ്. എത്രയും പെട്ടെന്ന് വീട്ടിൽ പോയിക്കോ, വീട്ടിൽ പോയിട്ട് പൈസ അയച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞ ഒരു കാർഡും എടുത്ത് കൊടുക്കും. ഇയാൾ പൈസയൊന്നും തിരിച്ചയച്ചു കൊടുക്കാനായിട്ട് പോകുന്നില്ല. ആൾക്കാരെ പറ്റിച്ചിട്ട് ഇതുപോലെ ജീവിക്കുകയാണ്. പൈസ കിട്ടിയല്ലോ, ആ പൈസയായിട്ട് ഇവരെല്ലാരും കൂടി ഒരു സ്ഥലത്ത് പോരുന്നു ഫുഡ് വാങ്ങിച്ച് കഴിക്കുകയാണ്. എന്തോ ഇൻസ്റ്റന്റ് നൂഡിൽസോ മറ്റോ ആണ്. അത് കഴിച്ചിട്ട് അവർ സന്തോഷം കണ്ടെത്തും. അതുപോലെ തന്നെ ബാക്കിയുള്ള പൈസ എടുത്ത് ഇയാളുടെ ഭാര്യയ്ക്കും കൊടുക്കും. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ ഇവരൊരു ടെന്റൊക്കെ കെട്ടിയിട്ട് പബ്ലിക് പ്ലേസിലാണ് കിടന്നുറങ്ങുന്നത്. ഈ 2 കൊച്ചു കുട്ടികളെയും അതുപോലെ തന്നെ ഭാര്യയും കൊണ്ട് പബ്ലിക് പ്ലേസിലാണ് കിടന്നുറങ്ങുന്നത്. കുട്ടികൾ ഉറങ്ങുന്ന സമയത്ത് അച്ഛനും അമ്മയും കൂടെ പുറത്തിരുന്ന് ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ അമ്മയാണെങ്കിൽ പ്രഗ്നന്റ് ആണ് കേട്ടോ. വയറ്റിൽ 3ാമതൊരു കുട്ടിയുടെ കിടപ്പുണ്ട്. എന്നിട്ടാണ് ഇയാൾ ജോലിക്കൊന്നും പോവാതെ ഇങ്ങനെ തെണ്ടി നടക്കുന്നത്. അതല്ല ഈ കുട്ടികളുടെ അവസ്ഥയോ? അവർ സ്കൂളിലൊന്നും പോകുന്നില്ലല്ലോ ഇത്രയധികം പ്രായമായിട്ടും. അങ്ങനെ അച്ഛന്റെ അമ്മയുടെയും കൂടെ അങ്ങനെ നടക്കുകയാണ് ഓരോ സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട്. ഇപ്പൊ ഇവരിരുന്ന് സംസാരിക്കുമ്പോൾ അകത്ത് ടെന്റിൽ കിടന്നുറങ്ങുന്ന കുട്ടിയുണ്ടല്ലോ, അനിയൻ ചെറുക്കൻ, അവനാണെങ്കിൽ എണീറ്റിട്ട് വിശക്കുന്നെന്ന് പറയും. ചേച്ചി കൂടെ എണീറ്റിട്ട് കുറച്ച് മുട്ടായി എടുത്ത് അവന് കൊടുക്കുകയാണ്. കഴിച്ചോ, ഇപ്പൊ വിശക്കണ്ടെന്ന് പറഞ്ഞിട്ട്. അതായത് ഇവർക്ക് നേരെ ചൊവ്വേ ഫുഡൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ആ പയ്യൻ അങ്ങനെ പെരുമാറുന്നത്. അന്ന് രാത്രി ഇവരെല്ലാരും കൂടെ ആ ടെന്റിലാണ് കിടന്നുറങ്ങുന്നത്. പിറ്റേ ദിവസം തന്നെ ഒരു പോലീസുകാരൻ അങ്ങോട്ട് വന്നിട്ട് ആ ടെന്റ് ഇട്ട് കുലുക്കാണ്. പുറത്തോട്ടിറങ്ങി വാ, പബ്ലിക് പ്ലേസിൽ കിടന്നുറങ്ങാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട്. അച്ഛനാണെങ്കിൽ പതിയെ തലയിട്ട് പുറത്തോട്ട് വന്നിട്ട് ഫാമിലിനെ കാണിച്ചു കൊടുക്കാതെ ചോദിക്കും എന്താ പ്രശ്നമെന്ന്. അതും ചുമച്ചാണ് പറയുന്നത്. ഇപ്പൊ ഇത് കണ്ട് പേടിച്ച പോലീസുകാരനാണെങ്കിൽ അവിടെ നിന്ന് മാറിപ്പോവും. ചിലപ്പോ വല്ല മാറാരോഗമോ മറ്റോ ആണെങ്കിലോ ആ പോലീസുകാരനൂടെ പിടിച്ചാലോ. അതുകൊണ്ട് തന്നെ പേടിച്ചിട്ട് അവിടെ നിന്ന് മാറിപ്പോവാണ്. പോലീസുകാരനെയൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷം കുറച്ചു നേരം കൂടെ കിടന്നുറങ്ങും. ഇതിനുശേഷം അമ്മയും യൂൻഹിയും അതുപോലെ തന്നെ അനിയും പയ്യനും കൂടെ പബ്ലിക് ബാത്റൂമിൽ പോയിട്ട് തലയും ഡ്രസ്സൊക്കെ കഴുകുകയാണ്. അതുപോലെ തന്നെ ദേഹം കഴുകുന്നുണ്ട്. ഇവരുടെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഓരോ സ്ഥലത്ത് പോയി പബ്ലിക് ബാത്റൂമിലൊക്കെ കയറി കുളിച്ച് പബ്ലിക് സ്ഥലത്തൊക്കെ കിടന്നുറങ്ങി ആരെങ്കിലും ഒന്നും പൈസയൊക്കെ വാങ്ങിച്ച് അങ്ങനെ പോകുന്ന ജീവിതമാണ് ഇവരുടേത്. എല്ലാവരും ഫ്രഷ് ആയതിനു ശേഷം അച്ഛനെ വന്ന് കാണും. അച്ഛനാണെങ്കിൽ ഏതൊരു ക്യാൻറ്റീന്ന് ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇവരെല്ലാരും കൂടെ ഫുഡ് കഴിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് യൂൻഹിയും അച്ഛനും കൂടെ ഒരു സ്ഥലത്ത് ചെല്ലും. ഈ അച്ഛനാണെങ്കിൽ ആ പെൺകുട്ടിക്ക് ട്രെയിനിങ് കൊടുക്കുകയാണ്. ഇങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് പോവാണെങ്കിൽ കുറെ അധികം പൈസ ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ അമ്മയും അനിയനും ആണെങ്കിൽ ഒരു പാർക്കിലൊക്കെ പോയി കളിക്കുന്നുണ്ട്. ഇവരെ സ്കൂളിലൊന്നും വിടുന്നില്ലല്ലോ. ഇപ്പൊ യൂൻഹിയും അച്ഛനും കൂടെ കുറച്ച് ആൾക്കാരെ വന്ന് സമീപിക്കുകയാണ്, ഒരു ഫാമിലിനെ. അവരോട് വന്ന് പൈസ ചോദിക്കും. എന്റെ പേഴ്സ് കളഞ്ഞു പോയി, മോഷണം പോയതാണ്, എനിക്ക് കുറച്ച് പൈസ തരാമോ, വീട്ടിലെത്തിയ ഉടനെ പൈസ അയച്ചു തരാന്ന്. എന്നാൽ അവർ കൊടുക്കുന്നില്ല. നിങ്ങളുടെ ID കാണിക്കാൻ പറയുമ്പോൾ ഇങ്ങനെ ID ഇല്ല. അതുകൊണ്ട് തന്നെ അവരവിടെ നിന്ന് പോവാണ് പൈസ കൊടുക്കാതെ. യുൻഹി നോക്കുന്ന സമയത്ത് ആ പോയ ആൾക്കാരുടെ കാറിന്റെ പിറകിലായിട്ട് ഒരു പയ്യൻ ഇരിപ്പുണ്ട്. അവൻ എന്തോ ഫുഡ് കഴിക്കുകയാണ്. ഇത് കാണുമ്പോൾ യൂൻഹിക്ക് വിഷമാവുന്നുണ്ട്. കാരണം അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയില്ലല്ലോ. ഇങ്ങനെ തെണ്ടി നടക്കുന്ന ജീവിതമല്ലേ. എന്തായാലും അതൊന്നും പുറത്ത് കാണിക്കുന്നില്ല അവള്. ഇതിനുശേഷം അവൾ ആ പബ്ലിക് ബാത്റൂമിൽ വന്നിട്ട് വെള്ളം കുടിക്കുകയാണ്. അതും ആ ഒരു പബ്ലിക് സിങ്കിൽ നിന്നാണ് കുടിക്കുന്നത്. ആൾക്കാർ തുപ്പുന്നതൊക്കെ ആയിട്ടുള്ള ആ ഒരു സിങ്കിൽ നിന്നാണ് കുടിക്കുന്നത്. അന്നേരമായിരിക്കും അങ്ങോട്ടൊരു ലേഡി വരുന്നത്. ആ ലേഡി വന്നിട്ട് യുൻഹിനെ വഴക്ക് പറയും. എന്തിനാണ് ഇങ്ങനെ വെള്ളം കുടിക്കുന്നത്, ആ വെള്ളമൊന്നും കുടിക്കാനായിട്ട് കൊള്ളത്തില്ല എന്ന്. പക്ഷെ ഇവളാണെങ്കിൽ പെട്ടെന്ന് തന്നെ പേടിച്ചിട്ട് അവിടെ നിന്ന് മാറിപ്പോവാണ്. ആ ലേഡിക്ക് മനസ്സിലാവത്തില്ല എന്തിനാണ് ഈ കൊച്ചു പെൺകുട്ടി
കൊണ്ടിട്ട് ഇങ്ങനെ പെരുമാറിയെന്ന്. പിന്നീട് ഈ ലേഡി ആണെങ്കിൽ ഒരു ഹോട്ടലിൽ വന്ന് ഫുഡ് കഴിയുകയാണ്. ഈ ഹോട്ടലും പബ്ലിക് ബാത്റൂമും എല്ലാം ഒരുമിച്ച് കിടക്കുകയാണ്. അപ്പൊ ഈ ഫുഡ് കഴിച്ചിട്ടൊക്കെ ഇറങ്ങി വരുന്ന സമയത്ത് ഇവർ ഈ അച്ഛൻ വന്ന് കാണുകയാണ്. കണ്ടിട്ട് കുറച്ച് പൈസ ചോദിക്കും. എന്റെ പേഴ്സ് കളഞ്ഞു പോയി, കുറച്ച് പൈസ വേണമെന്ന് പറഞ്ഞിട്ട്. എന്നാൽ ആ ലേഡി കൊടുക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല. പൈസ ഒന്നും തരാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അങ്ങോട്ട് യൂൻഹി ഓടിക്കൊണ്ട് വരുവാണ്. അച്ഛാ നമുക്ക് വീട്ടിൽ പോവാന്ന് പറഞ്ഞിട്ട്. ഇത് കാണുമ്പോൾ ആ ലേഡിക്ക് ചെറിയൊരു മനസാക്ഷി തോന്നുന്നുണ്ട്. കാരണം കൊച്ചു കുട്ടികളെയൊക്കെ കൊണ്ടല്ലേ ഇവിടെ നിൽക്കുന്നത്. അതുമല്ല ആ ഒരു അമ്മയും അതുപോലെ തന്നെ അനിയൻ പയ്യനും വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ കുറച്ച് പൈസ എടുത്ത് കൊടുക്കും. ഇയാളെ ചോദിച്ചത് 1000 രൂപയാണെങ്കിൽ അവര് 10,000 രൂപ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അത് യൂൻഹിയുടെ നേരെയാണ് പൈസ നീട്ടുന്നത്. എന്നാൽ യൂൻഹി വാങ്ങാനായിട്ട് കൂട്ടാക്കുന്നില്ല. അച്ഛനാണെങ്കിൽ അവളോട് വാങ്ങാൻ പറയും. പൈസ കളയണ്ട, പെട്ടെന്ന് വാങ്ങിച്ചോളാൻ പറഞ്ഞിട്ട്. ആ ലേഡി പൈസ കൊടുത്തിട്ട് കാർ കയറി പോവാണ്. പോണേന് മുമ്പ് അച്ഛൻ ഗ്ലാസ് താക്കാൻ ആ ലേഡിയോട് പറയാണ്, നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് തന്നില്ല, എന്നാലേ പൈസ തരാനായിട്ട് കഴിയത്തുള്ളൂ. ആ ലേഡി മനഃപൂർവ്വം അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കാത്തയാണ്. എനിക്ക് ആ പൈസ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഈ കുട്ടികളെ കണ്ടിട്ട്, ഈ കുട്ടികളുടെ ബുദ്ധിമുട്ട് കണ്ടിട്ട് അവര് വാങ്ങാനെയാണ്. എന്തായാലും അവർ ആ ഒരു കാർഡ് എടുത്ത് കൊടുക്കുന്നുണ്ട്, അവർ അക്കൗണ്ട് നമ്പറുള്ള ഒരു കാർഡ്. പൈസയൊന്നും അയച്ചു കൊടുക്കാനായിട്ട് പോകുന്നില്ല. ആ ലേഡിക്ക് നന്നായിട്ട് അറിയാം പൈസയൊന്നും കിട്ടാനായിട്ട് പോകുന്നില്ല, ഇതൊക്കെ പറ്റിപ്പാണെന്നുള്ള കാര്യം. പക്ഷെ ആ കുട്ടികളുടെ മുഖം കണ്ടിട്ടാണ് അങ്ങനെ പൈസ എടുത്ത് കൊടുത്തത്. ഇതിനുശേഷം അന്നത്തെ ദിവസം നല്ല ലക്ഷറിയാണ്. കാരണം ഒരു കുറച്ച് ഫുഡൊക്കെ ഉള്ളു എന്നും വാങ്ങാറ്. എന്നാൽ ഇന്ന് ഒരുപാട് പൈസ കിട്ടിയത് കൊണ്ട് തന്നെ എല്ലാവരും കുറെ അധികം ഫുഡ് വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് രാത്രി അവർ ടെന്റിൽ പോയി ഡാൻസ് കളിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സന്തോഷമായിട്ട്. ഈ ടെന്റിന്റെ പുറത്തും കുറെ ആൾക്കാർ വന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. ഇവർ ആ ടെന്റ് കെട്ടിയിരിക്കുന്ന സ്ഥലം മാറ്റിയിട്ടുണ്ട്. കാരണം ആ പോലീസുകാരൻ കിടക്കാനായിട്ട് സമ്മതിക്കത്തില്ലല്ലോ. പിന്നീട് അങ്ങോട്ട് മാറ്റുമായിരിക്കും. ഇപ്പൊ പുറത്ത് കുറെ ആൾക്കാർ വന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. എന്തോ ന്യൂ ഇയറോ മറ്റോ ആണ്. ആകാശത്ത് പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ തന്നെ ആ പോലീസുകാരൻ അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഈ ടെന്റ് ഇവിടെ നിന്ന് പൊളിച്ചു മാറ്റണമെന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനാണ് പുറത്ത് വന്ന് പോലീസുകാരനോട് സംസാരിക്കുന്നത്. എന്നാൽ പോലീസുകാരൻ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ടെന്റ് പൊളിക്കാനായിട്ട് നോക്കുമ്പോൾ ടെന്റിൽ നിന്ന് ഫാമിലി മൊത്തത്തിൽ പുറത്തോട്ട് ഇറങ്ങി വരും. യൂൻഹി, അനിയൻ, അതുപോലെ തന്നെ അമ്മ. ഇവരെ കണ്ട ഉടനെ പോലീസുകാരന് കൂടുതൽ ദേഷ്യം. ഒരു ഫാമിലിയും കൊണ്ടാണ് ഈ പബ്ലിക്കിൽ ഇങ്ങനെ താമസിക്കുന്നത്, അത് ഇല്ലീഗലായിട്ടുള്ള കാര്യമാണ്. ഈ പോലീസുകാരനാണെങ്കിൽ ആ ടെന്റ് പൊളിച്ചു മാറ്റാനായിട്ട് പോകുമ്പോൾ അച്ഛൻ വിടില്ല, പൊളിക്കല്ലേ എന്ന് പറഞ്ഞ് ഈ പോലീസുകാരനെ കയറി പിടിക്കുകയാണ്. രണ്ടുപേരും കൂടെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി നടക്കും. ഈ പിടിവലി നടക്കുമ്പോൾ അച്ഛനാണെങ്കിൽ പോലീസുകാരനെ തള്ളി ടെന്റിന്റെ മണ്ടയിൽ കൂടെ ഇടും. ആ ടെന്റിന്റെ മണ്ടയിൽ കൂടെ പോയി വീണിട്ട് ആ ടെന്റ് പൊട്ടുകയാണ്, അത് നശിച്ചു പോവാണ്. ഇത് കാണുമ്പോൾ അനിയൻ അങ്ങ് കരച്ചിൽ തുടങ്ങും, നമ്മുടെ ടെന്റ് പന്നലായി പോയെന്ന് പറഞ്ഞിട്ട്. അതോടാകുമ്പോൾ ഈ പോലീസുകാരന് കുറ്റബോധമായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. എന്ത് പറയണം, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് അവരാണെങ്കിൽ ആ ടെന്റ് റെഡിയാക്കാനായിട്ട് ആ പൊട്ടിപ്പോയ വടിയൊക്കെ എടുത്തോണ്ട് വന്ന് സെലോ ടേപ്പ് ചുറ്റി വെക്കുകയാണ് അത് റെഡിയാക്കാനായിട്ട്. ഇവർക്ക് മനസ്സിലായി, അതായത് ഇനി ഇവിടെ നിൽക്കാനായിട്ട് കഴിയത്തില്ല, സ്ഥലം മാറണം, ഈ പോലീസുകാരൻ വന്ന് പ്രശ്നം ഉണ്ടാക്കുമെന്ന്. അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും പ്ലാൻ ഇടാണ് ഇവിടെ നിന്ന് മാറിപ്പോവാനായിട്ട്. എന്നാൽ അനിയൻ ഇത് ഇഷ്ടപ്പെട്ടില്ല. ഇനി ഇവിടെ നിന്ന് പോകണമെങ്കിൽ ഒരുപാട് നടക്കണമല്ലോ, അതുകൊണ്ട് തന്നെ എനിക്ക് നടക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഓടുകയാണ്. പിന്നാലെ തന്നെ ചേച്ചിയും ചെല്ലും, അതായത് യൂൻഹിയും ചെല്ലും. ഈ പയ്യൻ ഓടുന്ന സമയത്ത് അവിടെ പോയി കമന്ന് മറിഞ്ഞു വീഴാണ്. ചേച്ചി വരുമ്പോൾ ചേച്ചിയുടെ മുന്നിലിരുന്ന് കരയാണ്, എനിക്ക് വയ്യേന്ന് പറഞ്ഞിട്ട്. അവന്റെ കരച്ചിൽ മാറ്റാനായിട്ട് യൂൻഹി കുറച്ച് മിഠായി എടുത്ത് അവന് കൊടുക്കുന്നുണ്ട്. വീണ്ടും വീണ്ടും കൊടുക്കുമ്പോൾ അവൻ കരച്ചിൽ മാറ്റാണ്. അതുപോലെ തന്നെ അവന്റെ പല്ല് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പൊ വീണ സമയത്ത് കൊഴിഞ്ഞു പോയതാണ്. ആ പല്ലിന് പകരം അവള് 2 മിഠായി കൊടുത്തിട്ട് ആ പല്ല് വാങ്ങിച്ചിട്ട് കുറച്ച് അങ്ങോട്ട് മാറിയിട്ട് ആ പല്ലെടുത്ത് കാട്ടിലോട്ട് എറിയാണ്. എന്നിട്ട് അവള് നിന്ന് എന്തോ ഒരു കാര്യം പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തോ ഒരു കാര്യം, കുഞ്ഞു പിള്ളേരല്ലേ. മിഠായിയൊക്കെ കൊടുത്തത് കൊണ്ട് തന്നെ അനിയൻ പയ്യന്റെ പിണക്കം മാറിയിട്ടുണ്ട്. അവരെല്ലാരും കൂടെ യാത്ര തിരിക്കുകയാണ് വേറൊരു സ്ഥലം കണ്ടുപിടിക്കാനായിട്ട്. നമ്മൾ നേരത്തെ ഒരു ലേഡീനെ കണ്ടില്ലായിരുന്നോ, കൂടുതൽ പൈസ കൊടുത്ത് സഹായിച്ച ആ ലേഡി എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാൽ അവർ റീസെല്ലിംഗ് ആണ് ചെയ്യുന്നത്. അതായത് ഒരു സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അതിന് കുറച്ചുകൂടെ പൈസ കൂട്ടി കൊടുക്കുക. സെക്കൻഡ് ഹാൻഡ് സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് കുറച്ചുകൂടെ പൈസ കൂട്ടി കൊടുക്കുക. അവർ വലിയ കൊള്ള പലിശയൊന്നും എടുക്കുന്നില്ല, കറക്റ്റ് ആയിട്ടുള്ള പൈസയാണ് എടുക്കുന്നത്. അതല്ല, അവർ നല്ല പാവപ്പെട്ട ഒരു സ്ത്രീയാണ്. പാവപ്പെട്ട ആൾക്കാരൊക്കെ സഹായിക്കുന്നൊക്കെ ഉണ്ട്. വീണ്ടും നമ്മുടെ ഫാമിലിനെ കാണിക്കുകയാണെങ്കിൽ ഇവരെല്ലാരും കൂടെ നടന്നു പോവാണ്. യൂൻഹിയാണ് കൂടുതൽ വെയിറ്റ് പിടിച്ചേക്കുന്നത്. അമ്മയെ കൊണ്ട് ചുമപ്പിക്കുന്നില്ല, കാരണം അമ്മ ഗർഭിണിയാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ ക്ഷമ പറയും, മോള് കുറച്ചുകൂടെ ചുമന്നാ മതി, പേടിക്കണ്ട, മോൾക്ക് ഒരു അനിയനോ അമ്മയുടെ വയറ്റിൽ കിടക്കുന്നില്ലേ, അതുകൊണ്ടാന്ന് പറഞ്ഞിട്ട്. പിന്നെ കുട്ടികളെ സന്തോഷപ്പെടുത്താനായിട്ട് കയ്യിൽ എന്തോ ഒരു കളിപ്പാട്ടുണ്ട്. അത് ഇതിങ്ങനെ ഊതുന്ന സമയത്ത് ശബ്ദം കേൾക്കും. രാത്രി വന്ന സമയത്ത് ആ ലേഡിയും കൂട്ടരും ആ കണ്ണാടി വെച്ച ആളെ കണ്ടോ, അത് ആ ലേഡിയുടെ ഭർത്താവാണ്. പിന്നെ 2 ജോലിക്കാരും ഉണ്ട്, സാധനങ്ങളൊക്കെ ചുമക്കുന്ന 2 ജോലിക്കാർ. ഇവരെല്ലാരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ഈ ഫുഡ് കഴിക്കുന്ന സമയത്ത് ലേഡിക്ക് എന്തോ വിഷമമായിട്ട് ഒരു റൂമിൽ ഒറ്റയ്ക്ക് വന്നിരിക്കുകയാണ്. ഇവരുടെ ഉള്ളിൽ എന്തോ ഒരു വിഷമമുണ്ട്. അന്ന് രാത്രി ആവുന്ന സമയത്ത് ലേഡിയും അതുപോലെ തന്നെ ഹസ്ബൻഡും കിടന്നുറങ്ങുന്നുണ്ട്. ഈ ലേഡിക്ക് മനസ്സിൽ എന്തോ ഒരു വിഷമം ഉള്ളതുപോലെ. പക്ഷേ ഭർത്താവ് ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ആ ലേഡീനെ കെട്ടിപ്പിടിക്കും. നമുക്ക് കുറച്ച് റൊമാൻസ് ചെയ്താലോ എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ആ ലേഡി സമ്മതിക്കുന്നില്ല, തള്ളി മാറ്റാണ്. വീണ്ടും ഭർത്താവ് ശ്രമിക്കും, വീണ്ടും വന്ന് പിടിയാണ്. പക്ഷേ ഈ ലേഡിക്ക് ദേഷ്യം വന്നിട്ട് അയാളെ പൊതിരേ തല്ലാണ്. തലേണയ്ക്ക് അടിക്കുന്നുണ്ട്, കൈവച്ചടിക്കുന്നുണ്ട്. അടിയൊക്കെ കൊടുത്തിട്ട് അപ്പുറത്തെ റൂമിൽ പോയിട്ടാണ് കിടന്നുറങ്ങുന്നത്. കട്ട് ചെയ്താൽ ഫാമിലിനെ കാണിക്കുകയാണെങ്കിൽ ഇവരെല്ലാരും കൂടെ നടന്ന് ഏതോ ഒരു സ്ഥലത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. യൂൻഹിക്ക് ഒരുപാട് പേടിയാവുന്നുണ്ട്, നല്ല ഇരുട്ടുള്ള സ്ഥലമാണ്. അമ്മ പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവളെയും വിളിച്ചു പോകും. ഇവരെല്ലാരും കൂടെ ആരും ഇല്ലാത്തൊരു ബിൽഡിങ്ങിലാണ് വന്നിരിക്കുന്നത്. അവിടെ വന്നൊരു സ്ഥലമൊക്കെ കണ്ടുപിടിച്ചിട്ട് കിടക്കാനുള്ള
തയ്യാറെടുപ്പ് എടുക്കുകയാണ്. അങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് യൂൻഹി എന്തോ ഒരു സ്വപ്നം കണ്ട് പേടിച്ച് ഞെട്ടി എണീക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവളുടെ നെറ്റിയിൽ വെള്ളം വീണിട്ടുണ്ട്. അതിനർത്ഥം പുറത്ത് മഴ പെയ്യുന്നുണ്ടെന്നാണ്. പെട്ടെന്ന് തന്നെ മഴ പെയ്യാനായിട്ട് തുടങ്ങും. അതും നല്ല ശക്തമായിട്ട്. ആ പെയ്യുന്ന സമയത്ത് ആ മഴയെല്ലാം അകത്തോട്ട് കയറി വരികയാണ്. വെള്ളമെല്ലാം അകത്തോട്ട് കയറി വരികയാണ്. പെട്ടെന്ന് തന്നെ അവരുടെ കിടക്കുന്ന ആ ഒരു സംഭവമൊക്കെ മാറ്റി വെച്ചിട്ട് എല്ലാവരും കൂടെ ഒരു സൈഡിൽ മാറിയിരിക്കുകയാണ്. തമ്മി കെട്ടിപ്പിടിക്കുന്നുണ്ട്. യൂൻഹി സ്വപ്നം കൊണ്ട് ഒരുപാട് പേടിച്ചു പോയിട്ടുണ്ട്. പിറ്റേ ദിവസം ആ ലേഡി ആണെങ്കിൽ രാവിലെ തന്നെ ഒരു സ്ഥലത്ത് വരുന്നുണ്ട്. കുറെ ആൾക്കാരെയൊക്കെ അടക്കി വെച്ചേക്കുന്ന ഒരു സ്ഥലത്ത്. അവിടെ തന്നെ ആ ലേഡിയുടെ മരിച്ച മോനുണ്ട്. ആ ലേഡിക്ക് ഒരു മോനുണ്ടായിരുന്നു, അത്യാവശ്യം നല്ല പ്രായമുള്ള. ആ മോനാണെങ്കിൽ മരണപ്പെട്ടു പോയി. അവനെ കാരണമാണ് ഈ ലേഡി ഇടയ്ക്കിടയ്ക്ക് ദുഃഖിക്കുന്നത്. ഇപ്പൊ അവിടെ വന്ന് വിഷമിച്ചിരിക്കുകയാണ്. അതുമല്ല ആ മോനെ പറ്റി ആലോചിക്കുന്നൊക്കെ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവര് പതിവ് പോലെ തന്നെ ആ ഒരു റെസ്റ്റോറന്റിൽ വരികയാണ്. അവിടെ വന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത്? വീണ്ടും അച്ഛനാണെങ്കിൽ ആൾക്കാരെ പറ്റിക്കാനായിട്ട് നോക്കുന്നു. എന്നാൽ പഴയതുപോലെ ആൾക്കാർ പൈസയൊന്നും കൊടുക്കുന്നില്ല. ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അയാൾ അവിടെ നിന്ന് മാറിപ്പോവാണ്. ഈ ലേഡി എന്തായാലും ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് മാസ്കും കണ്ണടയൊക്കെ വെച്ച് അവിടെ നിന്ന് മാറിപ്പോവാണ്. ഇനി ഇയാളെ ഫേസ് ചെയ്യാനായിട്ട് ആ ലേഡിക്ക് വയ്യ. ആ ലേഡിയെ പറ്റിച്ചതല്ലേ. എന്നാൽ ഈ അച്ഛനാണെങ്കിൽ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു കുപ്പത്തൊട്ടിന്ന് എന്തോ ഒരു മാഗസീനോ മറ്റോ എടുത്തോണ്ട് പോയി ഒരു സൈഡിൽ പോയിരുന്ന് വായിക്കുകയാണ്. ഈ സമയം ആ രണ്ട് പിള്ളേരാണെങ്കിൽ ഒളിച്ചു കളിക്കുകയാണ്. യുൻഹി എണ്ണും അതുപോലെ തന്നെ അനിയൻ അവിടെ നിന്ന് ഓടി മാറി ഒളിച്ചിരിക്കും. ഈ അനിയനാണെങ്കിൽ ഒളിക്കാനായിട്ട് പോകുന്നത് വേറൊന്നുമല്ല, ഒരു ട്രക്കിന്റെ അടിയിലാണ്. എന്നാൽ ഇത് യൂൻഹിക്ക് അറിയത്തില്ലല്ലോ. യൂൻഹി അവിടെ എല്ലാം തിരഞ്ഞു നടക്കുകയാണ്. അവസാനം കണ്ടുപിടിക്കും. ഈ കണ്ടുപിടിക്കുന്ന സമയത്താണെങ്കിൽ ആ ട്രക്ക് ഡ്രൈവർ ട്രക്ക് എടുത്തോണ്ട് പോകാനായിട്ട്. അതിന്റെ തൊട്ടടിയിൽ തന്നെ അനിയനുണ്ട്. ഇത് കണ്ട് പേടിച്ച് യൂൻഹി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ട്രക്ക് ഡ്രൈവറിന്റെ അടുത്ത് ചെല്ലുകയാണ്. എടുക്കല്ലെന്ന് പറയും. എന്നാൽ ഇയാൾ അത് ശ്രദ്ധിക്കാതെ ട്രക്ക് എടുക്കുകയാണ്. പക്ഷെ യൂൻഹിയെ പെട്ടെന്ന് തന്നെ രക്ഷിച്ച് ആ ലേഡി അങ്ങോട്ട് വന്നിട്ടുണ്ട്. ആ ലേഡി യൂൻഹിനെയും തള്ളി മാറ്റി താഴെ വന്ന് വീഴുകയാണ്. ആ ലേഡി പിടിച്ചില്ല എന്ന് യൂൻഹിനെ വണ്ടി തട്ടിയാണ്. യൂൻഹി ആണെങ്കിൽ അങ്ങ് കരച്ചിൽ തുടങ്ങും. എന്റെ അനിയന്റെ ദേഹത്തൂടെ വണ്ടി കയറിയെന്ന് പറഞ്ഞിട്ട്. എന്നാൽ അവന് കുഴപ്പമൊന്നുമില്ല. ഇല്ല ചേച്ചി, ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ അടുത്തോട്ട് വന്നിട്ടുണ്ട്. ഈ ലേഡിക്കാണെങ്കിൽ ആകെ ദേഷ്യം വന്നിട്ടുണ്ട്. മാതാപിതാക്കളെ ശ്രദ്ധിക്കാത്തത് കൊണ്ടല്ലേ ഈ കുട്ടികൾക്ക് ഇങ്ങനെ ആയത്. അവരെ ശ്രദ്ധിക്കാത്തത് കൊണ്ടല്ലേ ട്രക്കിന്റെ അടിയിലൊക്കെ വന്ന് ഒളിച്ചിരുന്നത്. ആകെ ദേഷ്യപ്പെട്ട ആ ലേഡി ഈ രണ്ടിന്റെ കൈ പിടിച്ചിട്ട് അച്ഛനെ അമ്മയും വന്ന് കാണും. അവരോട് ചോദിക്കും, എന്താണ് നിങ്ങൾ ഈ ചെയ്യുന്നത്? എന്റെ അടുത്ത് നിന്ന് പൈസ പറ്റിച്ചതല്ലേ നിങ്ങൾക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് നിങ്ങൾ വീട്ടിൽ പോകാതെ ഇവിടെ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ കളത്തരല്ലേ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അച്ഛന്റെ സ്വഭാവം മാറും. എനിക്ക് നിങ്ങൾ അറിയത്തില്ല, നിങ്ങൾ ആരാ? നിങ്ങളുടെ ഞാൻ പൈസ ഒന്നും വാങ്ങിച്ചിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഈ ലേഡിക്ക് ദേഷ്യം വരും. ഞാൻ ഇപ്പൊ കാണിച്ചു തരാണെന്ന് പറഞ്ഞിട്ട് പോലീസിനെ വിളിക്കുകയാണ്. പോലീസിനെ വിളിക്കുമ്പോൾ ഇവരെല്ലാരും കൂടെ പേടിച്ചിട്ട് അവിടെ നിന്ന് ഓടും. ആദ്യം തന്നെ അച്ഛനും മക്കളും ഓടും. പിന്നാലെ ഈ ഗർഭിണിയായിട്ടുള്ള അമ്മ ഓടുകയാണ്. എന്നാൽ അമ്മയ്ക്ക് വലിയ സ്പീഡൊന്നും ഇല്ല. അതിന്റെ പിന്നാലെയും വലിയ സ്പീഡൊന്നും ഇല്ലാത്ത ഈ ലേഡി ഓടും. ഇവർ ഈ ഓടുന്ന സമയത്ത് ഗർഭിണിയായിട്ടുള്ള അമ്മ പേടിച്ച് ഓടുമ്പോൾ താഴെ വീഴാണ്. എന്നാൽ ഈ ലേഡി അവരെ ഉപദ്രവിക്കുന്നൊന്നുമില്ല. പതിയെ അടുത്ത് ചെന്നിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കാം ആ ലേഡിയോട്. ആ ലേഡിന്ന് ഉദ്ദേശിച്ചത് മറ്റാരുമല്ല, അമ്മയുടെ തന്നെയാണ്. അമ്മയാണെങ്കിൽ ആകെ കുറ്റബോധപ്പെട്ടിട്ട് തറയിലിരുന്ന് കുമ്പിട്ട് ക്ഷമ പറയും. വേറൊന്നും കൊണ്ടല്ല നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്, ഞങ്ങളുടെ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ മോശം കാര്യത്തിനൊന്നും അല്ല എന്ന് പറയുമ്പോൾ ലേഡിക്കാണെങ്കിൽ ആകെ വിഷമം വരുവാണ്. അവരൊന്നും ചെയ്യുന്നൊന്നുമില്ല. ആ ഗർഭിണിയായിട്ടുള്ള അമ്മേനെ പിടിച്ചു വെക്കുന്നൊന്നുമില്ല. അവരങ്ങനെ മിണ്ടാതെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ നിൽക്കുകയാണ്. പിന്നീട് ആ ലേഡീനെ കാണാനായിട്ട് പോലീസുകാർ വന്നിട്ടുണ്ട്. അതുമല്ല അമ്മേനെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഈ ലേഡി പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഈ ലേഡിയുടെ ഓരോ ചോദ്യങ്ങളൊക്കെ ഈ പോലീസുകാർ ചോദിക്കുകയാണ്. അവരാരാണ്, എവിടാണ് താമസിക്കുന്നത്, അവരെ കറക്റ്റായിട്ട് അറിയോ എന്നൊക്കെ. എന്നാൽ ഈ ലേഡി അറിയത്തില്ലെന്നാണ് പറയുന്നത്. ആ രണ്ട് കുട്ടികളുടെ കാര്യം ആലോചിക്കുമ്പോൾ ഇവർക്ക് വിഷമാവുന്നുണ്ട്. ഈ നേരം അമ്മയാണെങ്കിൽ ആകെ ക്ഷീണിച്ച് നടന്ന് അവരെല്ലാരും കൂടെ വെയിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് ചെല്ലും. അച്ഛനും കുട്ടികളും അമ്മയ്ക്ക് വേണ്ടി അവിടെ കാത്തിരിപ്പുണ്ടായിരുന്നു. അവർ വന്ന ഉടനെ കുട്ടികൾ അടുത്തോട്ട് ഓടിച്ചെല്ലുകയാണ്. എന്നാൽ ഈ അച്ഛനാണെങ്കിൽ ചെറിയ രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. ഈ അച്ഛന് ചെറിയ രീതിയിൽ മെന്റൽ പ്രോബ്ലം ഉണ്ട്. അപ്പൊ അതിന്റെ രീതിയിലാണ് പെരുമാറുന്നത്. നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്നുണ്ട്. ആ ലേഡീനെ ഞാൻ കൊല്ലും, ഇപ്പൊ തന്നെ പോയി കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ അമ്മയാണെങ്കിൽ അച്ഛനെ പോയി പെട്ടെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. നിങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ പിടിച്ചു വെക്കുമ്പോഴാണ് അച്ഛനൊന്ന് അടങ്ങിയിരിക്കുന്നത്. രാത്രിയാവുന്ന സമയത്ത് ഈ കുട്ടികളാണെങ്കിൽ ഒരു ബേക്കറിയുടെ പുറത്ത് വരുന്നുണ്ട്, ഒരു സൂപ്പർ മാർക്കറ്റ്. ആ സൂപ്പർ മാർക്കറ്റിന്റെ പുറത്ത് തന്നെ ഒരു ഗെയിം സ്റ്റേഷൻ ഉണ്ട്. അതിന്റെ അടിയിലെല്ലാം തപ്പുമ്പോൾ കുറച്ച് പൈസ കിട്ടും. സാധാ മനുഷ്യരുണ്ടല്ലോ, അവർ ഈ ഗെയിം കളിക്കാൻ വരുമ്പോൾ ചില കോയിൻസ് ഒക്കെ കളഞ്ഞു പോകും. അങ്ങനെ കുറെ കോയിൻസ് ഒക്കെ പറക്കി എടുത്തിട്ട് അതും എടുത്ത് സൂപ്പർ മാർക്കറ്റിൽ ചെല്ലും സാധനം വാങ്ങാനായിട്ട്. അങ്ങനെ അവർ കഴിക്കാനായിട്ടൊക്കെ കുറച്ച് സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. യൂൻഹിക്കും എന്തോ ഒരു സാധനം വേണം, അതുപോലെ തന്നെ അനിയനും വേണം. യൂൻഹി എടുക്കുമ്പോൾ അനിയനും കൂടെ എന്തോ എടുക്കും. ഏതെങ്കിലും ഒരു സാധനം എടുക്കാൻ പറ്റും. യൂൻഹി അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനം എടുക്കുമ്പോൾ അനിയൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഈ അനിയൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? അനിയൻ അവിടെ നിന്ന് അങ്ങ് കരയും. എനിക്ക് എന്റെ ആ ചിപ്സ് വേണമെന്ന് പറഞ്ഞിട്ട്. യൂൻഹി അവസാനം ഗതി കെട്ടിട്ട് അവൾക്ക് ഇഷ്ടമുള്ള സാധനം തിരിച്ചു വെച്ചിട്ട് അനിയന് വേണ്ടിയിട്ട് അവൻ ഇഷ്ടപ്പെട്ട സാധനം എടുക്കുകയാണ്. ഇത് എടുത്ത് ബില്ലടിക്കാനായിട്ട് ചെല്ലുമ്പോൾ ആ ചിപ്സിന് വില കൂടുതലാണ്. ഇവരുടെ കയ്യിലിരിക്കുന്ന പൈസ തികയത്തില്ല. എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. അങ്ങനെ ചിപ്സ് തിരിച്ചു വെച്ചോളാന്ന് പറഞ്ഞിട്ട് യൂൻഹി അനിയനോട് ചിപ്സ് തിരിച്ചു കൊണ്ടുവയ്ക്കാനായിട്ട് പറയും. അതുകൊണ്ട് തന്നെ അനിയൻ ചിപ്സ് തിരിച്ചു വെക്കാനായിട്ട് പോകുമ്പോൾ അവിടെ നിൽക്കുന്ന ഒരു സെയിൽസ്മാൻ ഉണ്ടല്ലോ, അവൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? അവൻ അവന്റെ പൈസ കിട്ടി കുട്ടികൾക്ക് ആ ഒരു ചിപ്സ് വാങ്ങിച്ചു കൊടുക്കുകയാണ്. ഏകദേശം 10-60 രൂപ വരത്തുള്ളൂ. അവൻ നല്ലൊരു മനുഷ്യനാണ് കേട്ടോ, അതുകൊണ്ടല്ലേ അങ്ങനെ ചെയ്തത്. കുട്ടികളും നല്ല രീതിയിൽ
രീതിയിൽ സന്തോഷപ്പെട്ട ആ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തോട്ട് വരുമ്പോൾ അച്ഛനും അമ്മയും അവിടെ ഇരിപ്പുണ്ട്. ഈ യൂൻഹി നടന്നു പോകുന്ന സമയത്ത് അവളുടെ ശ്രദ്ധ ഒന്ന് മാറുകയാണ്, താഴെ തെറ്റി വീഴുകയാണ്. കയ്യിലിരിക്കുന്ന ആ നൂഡിൽസും തറയിൽ പോയിട്ടുണ്ട്. അമ്മയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അടുത്ത് വന്നിട്ട് പേടിക്കേണ്ട മോളെ, ആ നൂഡിൽസ് ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങ് മാറ്റി വെക്കും. സാധാരണ അമ്മമാരൊക്കെ അങ്ങനെയല്ലേ. ആ നൂഡിൽസ് താഴെ പോയത് കൊണ്ട് തന്നെ വഴക്കൊന്നും പറയുന്നില്ല. ഇതിനുശേഷം ഇവരെല്ലാരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇവരെവിടെ കിടന്നുറങ്ങുന്നറിയുമോ? യൂൻഹി, അനിയൻ, അതുപോലെ തന്നെ അമ്മ, അവരെല്ലാരും കൂടെ കിടന്നുറങ്ങുന്നത് ടോയ്ലറ്റിലാണ്. അതുപോലെ തന്നെ അച്ഛനാണെങ്കിൽ പുറത്തൊരു കാർഡ് ബോർഡൊക്കെ വിരിച്ചിട്ട് അവിടെയാണ് കിടന്നുറങ്ങുന്നത്. എന്നാൽ അയാൾക്ക് കിടന്നിട്ട് ഉറക്കമൊന്നും വരുന്നില്ല. എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് അവിടെ അങ്ങനെ കിടക്കുകയാണ്. സ്വന്തം കുടുംബത്തിനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നില്ലേ, അതൊക്കെ ചിന്തിച്ച് അങ്ങനെ കിടക്കുകയാണ്. യൂൻഹിക്കും ഉറക്കം ഇല്ലാത്തത് കൊണ്ട് തന്നെ അച്ഛൻ്റെ അടുത്ത് വന്ന് കിടക്കും. അച്ഛനോട് പറയും, എനിക്ക് സ്കൂളിൽ പോയി പഠിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, അക്ഷരങ്ങളെല്ലാം പഠിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ടെന്ന്. എന്നാൽ അച്ഛൻ പറയും, ഞാൻ സ്കൂളിലും കോളേജിലൊക്കെ പോയിട്ടുണ്ട്, എന്നാലും അതൊന്നും അത്ര അടിപൊളിയൊന്നും അല്ല. എന്നാൽ യൂൻഹി പറയും, അച്ഛൻ എനിക്ക് അത്ര ഇഷ്ടമാണ് പഠിക്കാനായിട്ട്, ഞാനത് പഠിച്ചതിന് ശേഷം കൊള്ളാമോ ഇല്ലയെന്ന് പറയാന്ന് പറയും. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് യൂൻഹിയും അച്ഛനും കിടന്നുറങ്ങിപ്പോവും. പിറ്റേന്ന് യൂൻഹി കണ്ണു തുറക്കുന്നത് കുറച്ച് ശബ്ദങ്ങൾ കേട്ടിട്ടാണ്. നോക്കുമ്പോൾ മറ്റൊന്നുമല്ല, അച്ഛനെ പോലീസുകാർ കാണാനായിട്ട് വന്നിട്ടുണ്ട്. നേരത്തെ കണ്ട ആ ലേഡിയും അതുപോലെ തന്നെ വേറെ ഏതോ ഒരു പോലീസ് ഓഫീസറും. ഇങ്ങനെ ഇവിടെ കിടന്നുറങ്ങാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഈ അച്ഛനാണെങ്കിൽ വേറെ വഴിയില്ലാത്തത് കൊണ്ട് തന്നെ ഇത് അങ്ങോട്ട് നോക്കിയെന്ന് പറഞ്ഞിട്ട് യൂൻഹിനെ എടുത്ത് അവിടെ ഓടും. ഇവരുടെ പിന്നാലെ തന്നെ ആ പോലീസുകാർ ഓടും. പക്ഷേ നടക്കുന്നില്ല. പോകുന്ന വഴിക്ക് തന്നെ തെറ്റിയടിച്ച് തറയിൽ വീഴും ഈ രണ്ട് പോലീസുകാർ. ഒരാൾ വീഴും, മറ്റേ പോലീസുകാർ അയാളെ എണീപ്പിക്കാനായിട്ട് ചെല്ലും. അതുകൊണ്ട് തന്നെ നമ്മുടെ ടീംസ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. രക്ഷപ്പെട്ടിട്ട് എന്താ ചെയ്യുന്നത്, ഒരു കാർ പാർക്കിങ്ങിന്റെ അവിടെ പോയിട്ട് അങ്ങനെ കിടക്കുക അവർ വരാതിരിക്കാനായിട്ട്. എന്നാലും നിർഭാഗ്യവശാല് ആ കാർ എടുത്തോണ്ട് പോകും. പെട്ടെന്ന് തന്നെ അവർ രണ്ടുപേരും കൂടെ ഉരുണ്ടു മാറാനായിട്ട് നിൽക്കുമ്പോൾ പോലീസുകാർ രണ്ടിനെയും പിടിച്ചോണ്ട് പോകാനായിട്ട് നിൽക്കുകയാണ്, അച്ഛനെയും യൂൻഹിനെയും. എന്നാൽ ആ സമയം അങ്ങോട്ട് അമ്മയും അതുപോലെ തന്നെ അനിയനും വന്നിട്ട് ഞങ്ങളെ കൂടെ കൊണ്ടുപോകാനായിട്ട് പറയും. അങ്ങനെ ഇവരെല്ലാരും കാർ കയറ്റിയിട്ട് കൊണ്ടുപോവാണ്. എന്തായാലും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് അവനെ വഴക്ക് പറയും, അതുപോലെ തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. നീ പോക്കറ്റ് അടിക്കോടാ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യോടാ എന്ന് ചോദിച്ചിട്ട് ആരോട്, അച്ഛനോട്. അതുപോലെ കുട്ടികൾക്ക് പേപ്പർ എടുത്ത് കൊടുക്കുകയാണ്. യൂൻഹിക്കാണ് പേപ്പർ എടുത്ത് കൊടുക്കുന്നത്. അതിനകത്ത് പേരും അഡ്രസ്സൊക്കെ എഴുതാനായിട്ട് പറയും. എന്നാൽ അവൾക്ക് അക്ഷരം അറിയത്തില്ലല്ലോ, അതുകൊണ്ട് തന്നെ എഴുതാനായിട്ട് കഴിയുന്നില്ല. പോലീസുകാരൻ എന്തുകൊണ്ടാണ് നിങ്ങൾ കുട്ടികളെ സ്കൂളിൽ വിടാത്തതെന്ന് അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് മറുപടിയില്ല. അമ്മ, സ്കൂളൊന്നും അത്ര അടിപൊളിയല്ല, സ്കൂളിൽ ഭയങ്കര കോമ്പറ്റീഷൻ ആണ്, അതുപോലെ തന്നെ ഭയങ്കര കമ്പയറിംഗ് ആണ്, ഇതൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും ഒഴിവാക്കി വിടുകയാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് അതൊന്നും നോക്കിയിട്ട് കാര്യമില്ലല്ലോ. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ലേഡീനെ കൂടെ അങ്ങോട്ട് പോലീസുകാർ വിളിച്ച് വരുത്തിയിട്ടുണ്ട്. ലേഡീനെയും അതുപോലെ തന്നെ അച്ഛനെയും വിളിച്ചിരുത്തി സംസാരിക്കും. അച്ഛനാണെങ്കിൽ കള്ളം പറയും, ഞാൻ ഈ ലേഡീനെ ഇതുവരെ കണ്ടിട്ടില്ല, അവർക്ക് ഞാൻ പൈസ കൊടുക്കാനൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട്. എന്നാൽ പോലീസുകാരുടെ ആ ഒരു സൂപ്പർ മാർക്കറ്റിന്റെ CCTV ഫുട്ടേജ് ഉണ്ട്. അത് കാണുമ്പോൾ അച്ഛനും മനസ്സിലായി കാര്യത്തിൽ തീരുമാനമായെന്ന്. പെട്ടെന്ന് തന്നെ താഴെ ചാടി ഇറങ്ങിയിട്ട് അവിടെ കുമ്പിട്ടിരുന്ന് ക്ഷമ പറയും ആ ലേഡിയോട്, എന്റെ മക്കൾക്ക് ഫുഡ് കൊടുക്കാനായിട്ട് വേറെ മാർഗ്ഗമില്ല, ഞങ്ങൾ പോക്കറ്റ് അടിക്കാനോ ആരോ ദ്രോഹിക്കാനോ ഒന്നിനും പോയില്ലല്ലോ, കുറച്ച് പൈസ ചോദിച്ച് വാങ്ങിച്ചതല്ലേ ഉള്ളൂ, അത് എന്റെ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാനായിട്ടാണ്, എന്നോട് ക്ഷമിക്കണമെന്ന് ആ ലേഡിയോട് പറയും. എന്നാൽ ലേഡിക്ക് ഒന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല. കാരണം ഇത് പോലീസിന്റെ എത്തിക്കഴിഞ്ഞു, അവർ പറഞ്ഞാൽ കേൾക്കില്ല. ഇനി എന്താ, ഈ അച്ഛനെ കൊണ്ടുപോയി ജയിലിലിടും. ഈ ഒരു തെറ്റൊക്കെ ചെയ്തത് കൊണ്ട് തന്നെ ഫാമിലിനെ പിടിച്ച് അകത്തോട്ടോ എന്ന് ചോദിക്കുമ്പോൾ ഫാമിലി കുറ്റമൊന്നും ചെയ്തില്ല, ഇതെല്ലാം ചെയ്തത് അച്ഛനാണെന്ന് കള്ളം പറയും. ഇതിനുശേഷം ആ ലേഡി ആകെ കുറ്റബോധപ്പെട്ട് അവിടെ നിന്ന് പോവാണ്. താഴെ ഇറങ്ങി വരുമ്പോൾ, അതായത് പോലീസ് സ്റ്റേഷന്റെ താഴെ ഇറങ്ങി വരുമ്പോൾ ആ ഫാമിലി അച്ഛനെ കാത്ത് അവിടെ ഇരിപ്പുണ്ട്. ആ ലേഡിക്ക് അതുകൂടെ കാണുമ്പോൾ ഒട്ടും കുറ്റബോധം സഹിക്കാനായിട്ട് പറ്റുന്നില്ല. പതിയെ കാർ എടുത്ത് അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുമ്പോൾ അവരെ കൊണ്ട് കഴിയുന്നില്ല. അവർ കാർ ഒതുക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി വന്ന് അവരോട് ചോദിക്കും, നിങ്ങൾ എന്റെ കൂടെ വരുന്നുണ്ടോ എന്ന്. കട്ട് ചെയ്താൽ ഇവരെല്ലാരും കൂടെ കാറിൽ കയറി പോവാണ്. എങ്ങോട്ട്? ഈ ലേഡിയുടെ കൂടെ. ആ ഫാമിലിക്ക് പോകാനായിട്ട് വേറെ സ്ഥലമില്ല, അതുകൊണ്ട് തന്നെ അമ്മ തീരുമാനം എടുത്തു ആ ഫാമിലിയുടെ കൂടെ പോവാന്ന്. അങ്ങനെ രാത്രിയാവുന്ന സമയത്താണ് ഇവർ സ്ഥലത്തെത്തുന്നത്. സ്ഥലം മറ്റൊന്നുമല്ല, ആ ലേഡിയുടെ വീട്ടിൽ നിന്ന് അവരെ കൊണ്ടുപോയിട്ടില്ല, പകരം ഇവരുടെ ഷോപ്പിലാണ് കൊണ്ടുവന്നേക്കുന്നത്. ആ ഷോപ്പിൽ ഇവരെ കിടത്താനായിട്ടാണ് ആ ലേഡിയുടെ പ്ലാൻ. അവിടെ കൊണ്ടുവന്നിട്ട് സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കും, ഇവിടെ കിടക്കാന്ന് പറഞ്ഞിട്ട്. ആ കുഞ്ഞി പയ്യനാണെങ്കിൽ അവിടെ ഇരിക്കുന്ന സോഫയൊക്കെ കാണുമ്പോൾ ഒരുപാട് ഇഷ്ടപ്പെടും, കാരണം അതിനകത്ത് കയറി ഇരിക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ. എന്നാൽ യൂൻഹി വന്ന് വഴക്ക് പറയും, വേണ്ട, ആൾക്കാരുടെ സാധനത്തിലൊന്നും തൊടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ലേഡി കുഴപ്പമൊന്നുമില്ല, നീ അതിനകത്ത് ഇരുന്നോളാൻ പറയും. എന്നാൽ പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞിട്ട് ആ ലേഡി അടുക്കളയിൽ പോയി ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ്. ഈ കുട്ടികൾക്കൊക്കെ ഇറച്ചിയൊക്കെ കിട്ടിയിട്ട് കുറെ നാളായി, അതുകൊണ്ട് തന്നെ ആ കുഞ്ഞി പയ്യനുണ്ടല്ലോ നല്ല ആസ്വദിച്ചിട്ടാണ് കഴിക്കുന്നത്. എന്നാൽ അമ്മയ്ക്കാണെങ്കിൽ കഴിക്കാനായിട്ട് മടിയുണ്ട്. കുട്ടികൾ കഴിക്കുന്നുണ്ടെങ്കിലും അമ്മയ്ക്ക് കഴിക്കാനായിട്ട് മടിയുണ്ട്. ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീയാണ്, അതുകൊണ്ട് തന്നെ ലേഡി കുറച്ച് ഫുഡ് എടുത്ത് ആ ലേഡിക്ക് കൊടുക്കുകയാണ് കഴിക്കാനായിട്ട്. കഴിച്ചോ, വിഷമിക്കണ്ട എന്ന് പറഞ്ഞിട്ട്. അന്ന് രാത്രി നമ്മുടെ ഫാമിലി ആണെങ്കിൽ ആ ഷോപ്പിൽ വിരിപ്പൊക്കെ വിരിച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത്. അതുപോലെ ലേഡി വീട്ടിൽ വന്നിട്ടുണ്ട്. ഭർത്താവിനോട് ഈ കാര്യം പറയുമ്പോൾ ഭർത്താവ് ദേഷ്യപ്പെടും, നീ എന്തറിഞ്ഞിട്ടാണ് അറിയാത്ത ആൾക്കാരെയൊക്കെ കടയിൽ കൊണ്ടുവന്ന് കിടത്തിയെന്ന് ചോദിച്ചിട്ട്. പക്ഷെ ആ ലേഡി ദേഷ്യപ്പെടും, എനിക്ക് അങ്ങനെ തോന്നിയെന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറിപ്പോവാണ്. മോൻ മരിച്ചതിന് ശേഷം ഭർത്താവുമായിട്ട് നല്ല രീതിയിലല്ല പോകുന്നത്, ചെറുതായിട്ട് ദേഷ്യപ്പെടുന്നൊക്കെ ഉള്ളൂ, എന്നാലും സ്നേഹമൊക്കെ ഉണ്ട് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ തന്നെ ലേഡിയും അതുപോലെ തന്നെ ഹസ്ബൻഡും അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഈ ഹസ്ബൻഡ് ആണെങ്കിൽ ഇന്നവരെ ഇറക്കി വിടും എന്നുള്ള രീതിയിലാണ് വന്നേക്കുന്നത്. എന്നാൽ അവിടെ വന്ന് നോക്കുമ്പോൾ
നോക്കുമ്പോൾ ഈ അമ്മ 2 കുട്ടികളും കൂടെ ഒളിച്ചു കളി കളിക്കുകയാണ്. അമ്മയുടെ കണ്ണ് കെട്ടിയിട്ട് 2 പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. അമ്മ തപ്പി നടക്കും. ഇതൊക്കെ കാണുമ്പോൾ ഭർത്താവിനെ ഇറക്കി വിടാനായിട്ട് തോന്നത്തില്ല. ഈ ഒരു അമ്മേനെയും 2 കുട്ടികളെയും എങ്ങനെ ഇറക്കി വിടാനാണ്? പാവം തോന്നില്ലേ? അതുകൊണ്ട് തന്നെ അയാളുടെ മനസ്സ് മാറ്റും. പിന്നീട് ആ ജോലിക്കാരനോട് വരുമ്പോൾ ജോലിക്കാരനെ പരിചയപ്പെടുത്തും. അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുന്നുണ്ട്. ഇതിനുശേഷം എല്ലാവരും കൂടെ പോയി പണിയെടുക്കുകയാണ്. ആ കുഞ്ഞി പയ്യനാണെങ്കിൽ അവിടുത്തെ ഒരു സോഫയിൽ കയറി ഇരുന്നിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ പയ്യനെയും അതുപോലെ തന്നെ യൂൻഹിനെയും വിളിച്ച് ലേഡി ആണെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഇവർക്ക് പഠിക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. ഇവർക്കാണെങ്കിൽ ആകെ സന്തോഷം. ഈ 2 കുട്ടികൾക്ക് ഈ ഒരു സാധനങ്ങളൊക്കെ കിട്ടിയ സന്തോഷത്തിൽ രണ്ടുപേരും കൂടെ തുള്ളിച്ചാടി തിരിച്ചു വരുവാണ്. തിരിച്ച് ആ ഒരു ഷോപ്പിൽ വരുമ്പോൾ അമ്മയാണെങ്കിൽ അവിടെ നിന്ന് ജോലി ചെയ്യാണ്. ആ സാധനങ്ങളൊക്കെ വൃത്തിയാക്കി വെക്കുന്നുണ്ട്. അവർക്ക് തന്നെ ഒരു തോന്നൽ വന്നിട്ടുണ്ട് എന്തിനാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ അവർ സ്വന്തമായിട്ട് ജോലി ചെയ്യാണ്. അവർക്കൊരു സഹായം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നീട് യൂൻഹിനെ വിളിച്ചിരുത്തിയിട്ട് ആ ലേഡി അക്ഷരങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ കുട്ടിക്ക് 9 വയസ്സായത് കൊണ്ട് തന്നെ കുറച്ചുകൂടെ ബ്രെയിൻ ഡെവലപ്മെന്റ് ഉണ്ട്. പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. ABCD ഒക്കെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനായിട്ടും പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ എഴുതുന്നുണ്ട്. പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് ആ ലേഡി കുഞ്ഞിനോട് ചോദിക്കും എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നത്, എന്തിനാണ് ആൾക്കാരെ പറ്റിക്കുന്നതെന്ന്. പക്ഷെ ആ കുഞ്ഞിന് എന്ത് പറയണമെന്ന് അറിയത്തില്ല. ആ ലേഡിനെയും പറ്റിച്ചതല്ലേ. ഓ അതൊന്നും സാരമില്ലെന്ന് ആ ലേഡി പറഞ്ഞിട്ട് ആ കുട്ടിയുടെ മുടി കെട്ടിക്കൊടുക്കുകയാണ്. നിന്നെ ഞാൻ സുന്ദരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട്. ആ ലേഡിക്ക് അതൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല. ഇതിനുശേഷം ഇവരെല്ലാരും കൂടെ സന്തോഷപ്പെട്ട് ഫുഡ് കഴിക്കുകയാണ്. ആ കുഞ്ഞിനൊക്കെ ആണെങ്കിൽ ഇത്ര അടിപൊളി ഫുഡ് കഴിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് വീട്ടിലുണ്ടാക്കിയ ഫുഡൊക്കെ കഴിക്കുന്നതെന്ന് തോന്നുന്നു. ഇത്രയും നാൾ ഇൻസ്റ്റന്റ് നൂഡിൽസ് ഒക്കെ അല്ലേ കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഇത്രയും ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് കിട്ടുമ്പോൾ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഈ നേരം അച്ഛൻ എന്ത് ചെയ്യാമെന്ന് നോക്കിയാൽ അച്ഛനെ പിടിച്ച് ജയിലിൽ ഇട്ടിട്ടുണ്ട്. ആ ജയിലിൽ കിടന്ന് മുറുമുറുക്കാണ്. ആ ലേഡിക്ക് എന്താണ് പ്രശ്നം? ആകെ ഞാൻ 1000 രൂപയല്ലേ ചോദിച്ചുള്ളൂ, അതിനെന്തിനാണ് എന്നെ ജയിലിൽ പിടിച്ചിടുന്നത്? എന്റെ ഫാമിലിക്ക് എന്ത് പറ്റി? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് അങ്ങനെ മുറുമുറുക്കാണ്. തൊട്ടടുത്ത് തന്നെ വേറൊരു ജയിൽ പുള്ളിയുണ്ട്. ഇവരൊന്നും വലിയ ക്രിമിനൽസ് അല്ല കേട്ടോ. ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്തിട്ട് പോലീസുകാർ പിടിച്ചിടുന്ന ആൾക്കാരാണ്. മറ്റേ ആ ഒരു ആളിന് പേടിയാവുന്നുണ്ട്, കൂടുള്ള തടവുകാരന്. അയാൾ പോലീസിനെ വിളിച്ചിട്ട് ഇയാൾ ഇങ്ങനെ മുറുമുറുക്കുന്നുണ്ട്, എന്നെ എന്തെങ്കിലും ചെയ്യും, ഇയാളെ ഇവിടെ നിന്ന് മാറ്റണമെന്നൊക്കെ പറയുമ്പോൾ ആ പോലീസുകാർ കേൾക്കുന്നില്ല, മൈൻഡ് പോലും ആക്കുന്നില്ല. ഇയാളാണെങ്കിൽ മിണ്ടാതിരിയടാ, നീ എന്താണ് ഇങ്ങനെ കാണിക്കുന്നത്, ഞാനൊരു ബോക്സറാ, നിന്നെ ചവിട്ട് ഇടിക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. ആരോട്? അച്ഛനോട്. എന്നാൽ അച്ഛന് ദേഷ്യം വന്നിട്ട് അവനെ പിടിച്ച് തറയിലിട്ട് കടിയും. അവസാനം പോലീസുകാരെല്ലാരും കൂടെ വന്നിട്ട് അച്ഛനെ വേറൊരു ജയിലിലോട്ട് മാറ്റുകയാണ്. ഇയാൾ ഒറ്റയ്ക്ക് ഇടുകയാണ്. ഈ ഒറ്റയ്ക്ക് ജയിലിൽ കിടക്കുമ്പോൾ അവിടെ കിടന്ന് മുറുമുറുക്കുന്നുണ്ട്. തറയിൽ കിടന്ന് പെടയാനായിട്ട് തുടങ്ങും. വായിന്ന് പതയൊക്കെ വന്നിട്ടുണ്ട്. ഇത് കണ്ട് പോലീസുകാരാണെങ്കിൽ ആകെ പേടിച്ച് അടുത്തോട്ട് വരുമ്പോൾ ഈ അച്ഛന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് തന്നെ പോലീസുകാരന്റെ കാലിൽ കടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ് ആ ജയിലിൽ നിന്ന്. ഇയാളുടെ പിന്നാലെ കുറച്ച് ആൾക്കാർക്ക് പിടിക്കാനായിട്ട് വരുന്നുണ്ട്. എന്നാൽ അവരെ ഒന്നും മൈൻഡ് ചെയ്യാതെ ലൈറ്റ് ഒക്കെ ഓഫ് ആക്കി പോലീസുകാരുടെ കണ്ണ് കാണാൻ പറ്റാതാക്കിയിട്ട് അവിടെ നോടി രക്ഷപ്പെട്ടു പോകും. താഴോട്ട് വരുമ്പോൾ വേറെ പോലീസുകാരൊക്കെ പിടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവരെയൊക്കെ ചവിട്ടി മറിച്ചിട്ടിട്ട് അവിടെ നോടി രക്ഷപ്പെട്ടു പോവാണ്. എന്നാൽ പോലീസുകാർ വിടും. ഇയാളുടെ പിന്നാലെ ചെല്ലും. വഴികളെല്ലാം ഓടിച്ചിട്ട് പിടിക്കാനായിട്ട് ശ്രമിക്കും, കിട്ടില്ല. അവസാനം അച്ഛനാണെങ്കിൽ ഏതൊരു കുപ്പത്തൊട്ടിയിൽ കയറി ഒളിച്ചിരിക്കുന്നുണ്ട്. പോലീസുകാർ കാണാത്തത് കൊണ്ട് അവിടെ നിന്ന് പോകും. പിന്നീട് എല്ലാവരും പോയെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ആ കുപ്പത്തൊട്ടിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന വേറൊരു കുപ്പത്തൊട്ടിയിൽ നിന്ന് വേറെ ഏതൊക്കെയോ ഡ്രസ്സൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഓടിപ്പോവാണ്. ഈ സമയം ഫാമിലി ആണെങ്കിൽ ഇതൊന്നും അറിയാതെ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. പിറ്റേ ദിവസം കുഞ്ഞിപ്പയ്യനാണെങ്കിൽ അവിടെ കിടന്ന് ബഹളം വെക്കുകയാണ്. ഓരോ ആൾക്കാരുടെ അടുത്ത് വന്നിട്ടും എനിക്ക് നിങ്ങളുടെ കൂടെ വരണം, സാധനങ്ങൾ കൊണ്ട് കൊടുക്കാനായിട്ട് വരണമെന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട്. ആ ഭർത്താവിനോട് പറയുന്നുണ്ട് കേട്ടോ. ഈ ഭർത്താവാണെങ്കിൽ ഈ കുട്ടിയുടെ കൊഞ്ചൽ കണ്ടിട്ട് അവസാനം കുട്ടിയോട് പറയും, മോന്റെ അമ്മ സമ്മതിക്കുകയാണെങ്കിൽ മോനെ കൊണ്ടുപോകാം, പോയി അമ്മയുടെ അനുവാദം വാങ്ങിച്ചിട്ട് വാന്ന് പറഞ്ഞിട്ട് മോനെ പറഞ്ഞു വിടും. അവസാനം അനുവാദം വാങ്ങിച്ചിട്ടുണ്ട്. കാറിൽ കൊണ്ടുവന്നിരുത്താണ്. പിന്നെ ഒരു കണ്ടീഷൻ ഉണ്ട്, മറ്റൊന്നുമല്ല, കാറിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് പാടില്ല, കാറിൽ തന്നെ ഇരുന്നോണം. ഇവര് സാധനങ്ങൾ കൊടുക്കാൻ പോകുന്ന സമയത്ത് കാറിനകത്ത് തന്നെ ഇരുന്നോണം. അവര് പോയതിനു ശേഷം ലേഡിയും അതുപോലെ തന്നെ മോളും പിന്നെ അമ്മയും കൂടെ ആണെങ്കിൽ അവിടുത്തെ പണിയൊക്കെ ചെയ്യാണ്. ഓരോ സാധനങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കുകയാണ്. ഈ വൃത്തിയാക്കുന്ന സമയത്ത് ആ ലേഡി അമ്മയോട് ചോദിക്കും, നിങ്ങൾ എത്ര മാസമായി ഗർഭിണിയായിട്ടെന്ന്. എന്നാൽ അമ്മയ്ക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, 6 or 7 മാസമായെന്നാണ് പറയുന്നത്. ലേഡി ചോദിക്കും, നിങ്ങൾ എന്താ ഹോസ്പിറ്റലിലൊന്നും പോവാത്തേന്ന്. ഇവര് ഹോസ്പിറ്റലിലൊന്നും പോയിട്ടില്ല ഈ 7 മാസമായിട്ട്. ആ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് പോലും അറിയത്തില്ല. ഇങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റൂല, നമുക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ആ ലേഡി അമ്മേനെയും അതുപോലെ തന്നെ യൂൻഹിനെയും വിളിച്ച് ഹോസ്പിറ്റലിൽ ചെല്ലും. അവിടെ ചെക്കപ്പ് നടത്തുകയാണ്. യൂൻഹി ഇവരെക്കകത്ത് പുറത്തിരിപ്പുണ്ട് കേട്ടോ. കട്ട് ചെയ്താൽ പയ്യനെയും ആ സാധനങ്ങൾ കൊണ്ടുവന്ന ടീംസിനെയാണ് കാണിക്കുന്നത്. ഭർത്താവും അതുപോലെ തന്നെ ജോലിക്കാരനും കൂടെ സാധനങ്ങൾ പിടിച്ചോണ്ട് പോവാണ്. ഈ പയ്യനാണെങ്കിൽ കാറിൽ നിന്ന് പതിയെ പുറത്തിറങ്ങിയിട്ട് ഞാൻ നിങ്ങളെ സഹായിക്കാന്ന് പറഞ്ഞിട്ട് വലിയൊരു അലമാരയുടെ അടിയിൽ പോയി നിൽക്കും. അത് ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഭർത്താവ് പരമാവധി മാറി നിൽക്കാനായിട്ട് പറയുന്നുണ്ട് ആ ഒരു വലിയ അലമാരയുടെ അടിയിൽ നിന്ന്. എന്നാൽ ഈ അലമാര കയ്യിൽ നിൽക്കാതെ ആ കുട്ടിയുടെ ദേഹത്തൂടെ വന്ന് വീഴാണ്. ആ കുട്ടിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. കട്ട് ചെയ്താൽ വീണ്ടും ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്. ഹോസ്പിറ്റലിൽ വേറൊരു പ്രശ്നം, അതായത് ഈ അമ്മേനെ ചെക്ക് ചെയ്ത സമയത്ത് അവരുടെ കുട്ടിക്ക് ഒരു പ്രശ്നമുണ്ട്. ആ കുട്ടിയാണെങ്കിൽ തല തിരിഞ്ഞിട്ടാണ് വന്നേക്കുന്നത്. സാധാരണ ഗർഭപാത്രത്തിൽ കിടക്കുന്നത് പോലല്ല അത് കിടക്കുന്നത്. ഇത്തിരി വലിയൊരു പ്രശ്നമുണ്ട്. അതായത് അത് തലകുത്തിയാണ് വന്നേക്കുന്നത്. അതൊന്നെങ്കിലും നേരത്തെ ജനിക്കും, മാസം തികയാതെ ജനിക്കും. അതുകൊണ്ട് തന്നെ പ്രശ്നമുണ്ട്. ഇപ്പൊ ആ കുട്ടീനെ കിട്ടോ ഇല്ലയോ എന്നുള്ള ഡൗട്ടിലാണ് അവര്. അമ്മ ആകെ വിഷമിച്ച് പുറത്ത് വന്നിരിക്കുമ്പോൾ അവർ ലേഡി വന്ന് സമാധാനപ്പെടുത്തും. എന്തായാലും
കുട്ടീനെ കിട്ടും, നമുക്ക് ഉള്ള മാർഗങ്ങളെല്ലാം നോക്കാന്ന്. ഇവരങ്ങനെ ആ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോഴായിരിക്കും ഭർത്താവ് കുട്ടീനെ എടുത്ത് അങ്ങോട്ട് ഓടി വന്നിരിക്കുന്നത്. കുട്ടിയുടെ ദേഹത്തോട് അലമാര വീഴുന്നതല്ലേ, അതുകൊണ്ട് ഇത് കണ്ടിട്ട് ലേഡിയും അതുപോലെ തന്നെ യൂൻഹിയും പിന്നാലെ ചെല്ലും. അവസാനം ഇവരെല്ലാരും കൂടെ കൂടുകയാണ്. കുട്ടിയുടെ കാല് ചെറുതായിട്ടൊന്ന് വളഞ്ഞിട്ടുണ്ട്, ഒടിവോ ചതവോ മറ്റൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വളഞ്ഞതാണ്. പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അമ്മയാണെങ്കിൽ ഭർത്താവിനോട് ക്ഷമ പറയും, കുട്ടി കാരണം അവർക്കൊരു ശല്യമായില്ലേ. എന്നാൽ ഈ ഭർത്താവ് തിരിച്ചും ക്ഷമ പറയും, കുട്ടീനെ നേരെ ചോയ നോക്കാത്തത് കൊണ്ട് തന്നെ. ഈ ലേഡി ആണെങ്കിൽ, അതായത് ആ ഒരു ലേഡി ഉണ്ടല്ലോ, ആ ലേഡി ഭർത്താവിനോട് നല്ല രീതിയിൽ ദേഷ്യപ്പെടും. നിങ്ങൾ കുട്ടീനെ കൊണ്ടുപോയിട്ട് എന്തുകൊണ്ട് കുട്ടീനെ നോക്കിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഭർത്താവ് ഒരു അക്ഷരം മിണ്ടാതെ അങ്ങനെ നിൽക്കുകയാണ്. ഇതൊന്നും വലിയ പ്രശ്നമല്ല, ചെറിയൊരു മുറിവാണ്, അതിനൊന്നും ഇങ്ങനെ ദേഷ്യപ്പെടണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഭർത്താവ് മാറിപ്പോകുമ്പോൾ ഈ ലേഡിയോട് പറയും, എന്റെ കൂടെ ഒന്ന് വന്നേ, ഒന്ന് സംസാരിക്കണമെന്ന്. ആ ലേഡീനെയും വിളിച്ച് മാറി നിന്ന് സംസാരിക്കുകയാണ്. ഈ ഭർത്താവ് നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്നുണ്ട്. ലേഡി നേരത്തെ ദേഷ്യപ്പെട്ടല്ലോ, ആ കുട്ടീനെ നോക്കിയില്ല എന്ന് പറഞ്ഞിട്ട്. നീ എന്ത് കണ്ടിട്ടാണ് അവരെ വീട്ടിൽ വിളിച്ചോണ്ട് വന്നത്? എനിക്ക് അവരെ വിളിച്ചോണ്ട് വന്നതെന്ന് ഇഷ്ടപ്പെട്ടിട്ടില്ല. നീ എത്രയും പെട്ടെന്ന് തന്നെ അവരെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടോണം, ഇതിനകത്തൊന്നും ഇടപെടാൻ നിൽക്കണ്ട. ഇതൊക്കെ പറയുമ്പോൾ ആ ലേഡിക്ക് ഒരുപാട് ദേഷ്യം വന്നിട്ട്, നിങ്ങൾക്ക് എന്റെ കൂടെ നിൽക്കാൻ വയ്യെങ്കിൽ നിങ്ങൾ നിൽക്കണ്ട, നിങ്ങൾ ഇവിടെ നിന്ന് പൊയ്ക്കോ. എന്തായാലും ഞാൻ ആ ഫാമിലിനെ വെറുതെ വിടത്തില്ല, ഞാൻ അവരെ എന്റെ കൂടെ നിർത്താനായിട്ട് പോവാണ്. ഇത് കേൾക്കുമ്പോൾ ആ ഭർത്താവിനാണെങ്കിൽ ആകെ വിഷമവും ദേഷ്യവും എല്ലാം കൂടെ വന്നിട്ട് അവിടെ നിന്ന് മാറിപ്പോവാണ്. ആ ലേഡിക്ക് ഈ ഫാമിലിനെ വിട്ടുകൊടുക്കാനായിട്ട് മനസ്സ് വരുന്നില്ല. അവർക്കൊരു മോനുണ്ടായിരുന്നു, എന്നാലും നഷ്ടപ്പെട്ടു പോയി, അതിന്റെ ആ ഒരു വിഷമമാണ്. അന്ന് രാത്രിയാവുന്ന സമയത്ത് ലേഡി വീട്ടിൽ പോകുന്നില്ല, ഭർത്താവിന്റെ കൂടെ വീട്ടിൽ പോകുന്നില്ല, പകരം ഇവരുടെ കൂടെ ആ ഒരു സ്ഥലത്താണ് കിടന്നുറങ്ങുന്നത്. ഏതാ ഷോപ്പിലാണ് കിടന്നുറങ്ങുന്നത്. അങ്ങനെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് കുഞ്ഞിപ്പയ്യനാണെങ്കിൽ അമ്മയോട് ചോദിക്കും, അച്ഛൻ എപ്പോഴാ വരുന്നതെന്ന്. ഈ ലേഡി പെട്ടെന്ന് തന്നെ പറയും, അച്ഛൻ എന്തായാലും പെട്ടെന്ന് വരും, ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുമെന്ന്. അമ്മയാണെങ്കിൽ പറയും, അച്ഛൻ എന്തായാലും 100 ദിവസം കഴിഞ്ഞിട്ട് വരും, മോൻ പേടിക്കണ്ടെന്ന്. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ കിടന്നുറങ്ങുകയാണ്. പിന്നെ യൂൻഹിക്കാണെങ്കിൽ ഇപ്പം 1 തൊട്ട് 100 വരെ എണ്ണാനൊക്കെ അറിയാം കേട്ടോ. ആ ലേഡിയും കൂടെ എണ്ണുന്നുണ്ട്, 1 2 3 തൊട്ട് 100 വരെ. ചില മിസ്റ്റേക്ക് ഒക്കെ ഉണ്ട്, ചില നമ്പറൊക്കെ ഇടയ്ക്ക് മിസ്സായി പോകും. അത് ആ ലേഡിയാണ് ആ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പൊ ആ ഭർത്താവ് എന്താ ചെയ്യുന്നതെന്ന് നോക്കിയാൽ, അയാൾ ഒരു കടയിലിരുന്ന് നല്ല രീതിയിൽ കുടിക്കുന്നുണ്ട്, ഒട്ടും ബോധമില്ല. തൊട്ടടുത്തിരിക്കുന്ന കുറച്ച് ആൾക്കാർ ഗവൺമെന്റിനെ പറ്റി കുറ്റം പറയുന്നുണ്ട്. ഈ ഗവൺമെന്റ് ടാക്സ് എല്ലാം എടുത്തിട്ട് എന്താണ് ചെയ്യുന്നത്, യവന്മാരെ പോലെ സൈക്കോസ് വേറെ ഇല്ലാന്ന്. ഇത് കേൾക്കുമ്പോൾ ഈ ഭർത്താവാണെങ്കിൽ അവരുടെ അടുത്തോട് ചെന്നിട്ട്, ഈ സൈക്കോ എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ എന്താ സൈക്കോ എന്നൊക്കെ പറഞ്ഞെന്ന് ചോദിച്ച് വഴക്കിടും. മറ്റേ ആൾക്കാർ പിടിച്ചു മാറ്റാനായിട്ട് ശ്രമിച്ചിട്ട് അത് നടക്കുന്നില്ല, അവര് തമ്മിൽ വഴക്ക് കൂടുകയാണ്. അതുപോലെ തന്നെ ചെറിയൊരു അടിയും നടക്കുന്നുണ്ട്. ഈ നേരം യൂൻഹിയുടെ അച്ഛൻ എന്ത് ചെയ്യാന്ന് നോക്കിയാൽ, ജയിലൊക്കെ ചാടി ഒരു കടയിൽ വന്നിട്ടുണ്ട്, അവിടെ നിന്ന് ഫുഡ് വാങ്ങിച്ച് കഴിക്കുകയാണ്. ഫുഡ് കഴിച്ചതിന്റെ പൈസ അവിടുത്തെ അമ്മൂമ്മ ചോദിക്കുമ്പോൾ ഇയാളുടെ കൊടുക്കാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുന്ന എന്തോ ഒരു ആയുധം എടുക്കുന്നുണ്ട്, എന്തോ ഒരു ആയുധം, അതെടുത്തിട്ട് ആ ലേഡിയുടെ നേരെ ചൂണ്ടും, ഇവിടെ ഇരിക്കുന്ന എല്ലാ പൈസയും എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട്. എന്നാൽ ആ ലേഡി ആരാ മോള്, ആ അമ്മൂമ്മയാണെങ്കിൽ വലിയൊരു കത്തി എടുത്തിട്ട് അവനെ എടുത്ത് കാണിക്കും. ആ ലേഡിയുടെ കൈ, അതായത് ആ അമ്മൂമ്മയുടെ കൈ നല്ല രീതിയിൽ വിറയ്ക്കുന്നുണ്ട്. എന്നാൽ ഇത് കണ്ട് പേടിച്ചിട്ട് അവൻ ക്ഷമയും പറഞ്ഞിട്ട് അവിടെ നോടും, ആ കഴിച്ച ഫുഡിന്റെ പൈസ കൊടുക്കാതെ. അങ്ങനെ ഓടി ഓടി അവസാനം ചെന്ന് മറിഞ്ഞു വീഴുകയാണ്. ഈ മറിഞ്ഞു വീഴുന്ന സമയത്ത് അവൻ ചില കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഇവനാണെങ്കിൽ പണ്ട് കുറെ ആൾക്കാരുടെ നിന്ന് കടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ കടം വാങ്ങിച്ച ആൾക്കാർ വന്ന് ഇവനെ പൊതിരേ തല്ലി. അതുപോലെ തന്നെ അവർ പറയുന്നുണ്ട്, ഇവന്റെ അമ്മ മരണപ്പെടാനായിട്ടുള്ള കാരണം മറ്റൊന്നുമല്ല, അത് യവൻ തന്നെയാണെന്ന്. അതെന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ യവൻ വീണ്ടും പൈസ അടച്ചില്ലെങ്കിൽ ഇവന്റെ മക്കളുടെ കാര്യത്തിൽ കൂടെ തീരുമാനം ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇവൻ അടി കൊള്ളാൻ മാത്രമേ കഴിയുന്നുള്ളൂ, കാരണം ഇവൻ പൈസ കടമായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് ഇവന്റെ ഒരു ഫ്ലാഷ് ബാക്ക്. കട്ട് ചെയ്താൽ പിറ്റേ ദിവസമാണ് കാണിക്കുന്നത്. ഇവനൊരു ബസ് സ്റ്റോപ്പിലാണ് കണ്ണ് തുറക്കുന്നത്. തൊട്ടടുത്ത് തന്നെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അവരൊക്കെ അവനോ എന്തോ ഒരു രീതിയിൽ നോക്കുകയാണ്, കാരണം ഒരു വൃത്തിയും മെനയില്ലാതെ അവിടെ വന്ന് കിടക്കുകയാണ്. ഇവൻ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ പതിയെ പതിയെ എണീറ്റ് അവിടെ നിന്ന് നടന്ന് മാറിപ്പോവും. ഇവൻ നേരെ ചെല്ലുന്നത് ഒരു പബ്ലിക് ബാത്റൂമിലാണ്. അവിടെ ചെന്നിട്ട് അവിടുത്തെ കണ്ണാടി നോക്കി മുഖമൊക്കെ കഴുവാണ്. ആ കണ്ണാടിയിൽ തന്നെ ചില കാര്യങ്ങളൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. എന്തോ ഒരു ലോണിന്റെ കാര്യമാണ് ഒട്ടിച്ചു വെച്ചേക്കുന്നത്, എല്ലാവർക്കും ഫ്രീ ആയിട്ട് ലോൺ കൊടുക്കുന്നത്. എന്നാൽ ഇത് കാണുമ്പോൾ അവന് ആകെ ദേഷ്യം വന്നിട്ട് അതെല്ലാം വലിച്ചു കയറും. എന്നിട്ട് അവൻ അവന്റെ പോക്കറ്റിൽ ചുരുട്ടി വെക്കുകയാണ്. ഈ ചുരുട്ടി വെക്കുന്ന സമയത്ത് അവന്റെ പോക്കറ്റിൽ നിന്ന് ഒരു കാർഡ് കിട്ടുന്നുണ്ട്. ആ കാർഡ് മറ്റൊന്നുമല്ല, ആ ലേഡി അന്ന് അവന് കൊടുത്ത ഒരു കാർഡാണ്. ആ ലേഡിക്ക് ഒരു ഷോപ്പില്ലേ, ആ ഷോപ്പിന്റെ കാർഡ്. അവന് മനസ്സിലായിട്ടുണ്ട് ആ ലേഡിയുടെ കട അവിടെ ആണെന്ന്. അതുകൊണ്ട് തന്നെ ആ ലേഡീനെ തപ്പിപ്പോയാൻ പോരെ. ഇനി ആ ലേഡീനെ എന്തെങ്കിലും ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ഈ നേരം യൂൻഹിയും അതുപോലെ തന്നെ ലേഡിയും അമ്മയും അനിയനും എല്ലാവരും നല്ല ഹാപ്പിയാണ്. എല്ലാവരും അവരവരുടെ ജീവിതം നല്ല രീതിയിൽ ആസ്വദിക്കുന്നുണ്ട്. ഇത്രയും നാൾ തെരുവിൽ കൂടെ അങ്ങനെ നടക്കുകയല്ലായിരുന്നോ, എന്നാൽ ഇപ്പോൾ സ്വന്തമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല, എന്നാലും താമസിക്കാൻ ഒരു വീടൊക്കെ ഉണ്ടല്ലോ, ആ ഒരു സന്തോഷത്തിലാണ് എല്ലാവരും. അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിരുന്ന് ഐസ്ക്രീം കഴിക്കുമ്പോൾ അങ്ങോട്ട് ഒരാൾ വരികയാണ്. അയാൾ വന്നിട്ട് ലേഡിയോട് പറയും, അതായത് ആ ലേഡിയുടെ ഭർത്താവിനെ പോലീസുകാർ പിടിച്ചു വെച്ചിട്ടുണ്ട് ഒരു അടിക്കേസ് കാരണം. അതുകൊണ്ട് തന്നെ അവരങ്ങോട്ട് വിളിക്കും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇറക്കിക്കൊണ്ട് വരാനായിട്ട്. അങ്ങനെ ഈ ലേഡി പോലീസ് സ്റ്റേഷനിൽ ചെല്ലുകയാണ്. അവിടെ ചെന്ന് വിവരം അന്വേഷിക്കും. ഇയാളാണെങ്കിൽ ആ ഒരു കടയിൽ വെച്ച് അടി ഉണ്ടാക്കിയതാണ്. എന്തിനാണ് അടി ഉണ്ടാക്കിയതെന്നൊന്നും അറിയത്തില്ല, എന്നാലും അടി ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയ കേസ് അല്ലാത്തത് കൊണ്ട് തന്നെ അയാൾ ഇറക്കാനായിട്ട് സാധിക്കും. ഈ നേരം അമ്മയാണെങ്കിൽ താഴെ ഇരിപ്പുണ്ട്. അങ്ങോട്ട് ആ ഒരു ലേഡി വരും. ഇവരെ ഓടിച്ചിട്ട് പിടിച്ച ആ ലേഡിയില്ലേ, ആ ലേഡി വന്നിട്ട് അമ്മയെ കാണും. അമ്മയോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അമ്മ പെട്ടെന്ന് തന്നെ ആ ലേഡിയോട് ഭർത്താവിനെ പറ്റി
കേൾക്കും, അതായത് യൂനിയുടെ അച്ഛനെ പറ്റി. എന്നാൽ ഈ ലേഡി ഒന്ന് സങ്കടപ്പെട്ടിട്ട് അവരോട് പറയും, നിങ്ങളുടെ ഭർത്താവ് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു പോയെന്ന്. ആരുടെ ഭർത്താവ്? ഈ അമ്മയുടെ ഭർത്താവ്. എന്നാലും നമ്മുടെ അമ്മ ടെൻഷനൊന്നും ആവുന്നില്ല, അവർക്ക് ചെറിയൊരു വിഷമം പോലെ അച്ഛൻ ഓടിപ്പോയത് കൊണ്ട് തന്നെ. കട്ട് ചെയ്താൽ യൂൻഹീനെ കാണിക്കുവാണെങ്കിൽ അവള് വീട്ടിൽ നിന്ന് കളിക്കുകയാണ്. അവൾക്ക് അച്ഛനെ കാണാത്തതിന്റെ ചെറിയൊരു വിഷമൊക്കെ ഉള്ളൂ, എന്നാലും വലിയ വിഷമമൊന്നുമില്ല. ഇപ്പൊ നല്ലൊരു ജീവിതം കിട്ടിയിട്ടുണ്ടല്ലോ. അവൾ ഇങ്ങനെ കളിച്ച് കളിച്ച് താഴോട്ടിറങ്ങി വരുമ്പോൾ അവളെ പെട്ടെന്ന് തന്നെ അച്ഛൻ വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. എന്നാൽ അവള് പെട്ടെന്ന് പേടിച്ചു പോയിട്ട് അച്ഛനെ തള്ളി മാറ്റും. അച്ഛൻ നിങ്ങൾക്ക് ഒരു വൃത്തികെട്ട മണം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അച്ഛൻ കുളിച്ചിട്ടൊക്കെ കുറെ നാളായി, അതുകൊണ്ടാണ് ആ നാറുന്നത്. അതുപോലെ അച്ഛൻ അവളോട് പറയും, എനിക്ക് നല്ല രീതിയിൽ വിശക്കുന്നുണ്ടെന്ന്. യൂനി എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? അവള് തിരിച്ച് വീട്ടിൽ വന്നിട്ട് ആരും അറിയാതെ കുറച്ച് ഫുഡ് എടുത്തോണ്ട് അവിടെ നിന്ന് മാറിപ്പോയി അച്ഛന് കൊണ്ട് കൊടുക്കും. അച്ഛൻ അത് നല്ല ആർത്തിയിൽ കഴിക്കുകയാണ്. കുറെ നേരമായി ഫുഡ് കിട്ടിയിട്ട്, അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ട്. അച്ഛൻ അവളോട് പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ഇത് അമ്മ അറിയാൻ പാടില്ല എന്ന്. അച്ഛനെ കണ്ട കാര്യം അമ്മ അറിയാൻ പാടില്ല എന്ന്. അതുപോലെ തന്നെ യൂനി അവള് പഠിച്ച കാര്യമൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഏത്? അവൾ ABCD ഒക്കെ എഴുതാനായിട്ട് പഠിച്ചില്ലേ, അതൊക്കെ അച്ഛനെ എടുത്ത് കാണിച്ചു കൊടുക്കും. അച്ഛൻ ഇതൊക്കെ കാണുമ്പോൾ അഭിമാനമാണ്. നല്ല രീതിയിൽ അവളെ പുകഴ്ത്തുന്നുണ്ട്. നിന്റെ ബുക്ക് ഒന്ന് എനിക്കൊരു കാര്യം എഴുതണമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ബുക്ക് വാങ്ങിച്ചിട്ട് എന്തോ ഒരു കാര്യം എഴുതുന്നുണ്ട്. എന്നിട്ട് അത് യൂനിയുടെ കൊടുക്കുകയാണ്. അന്ന് രാത്രി ആവുന്ന സമയത്ത് എല്ലാവരും ആ കടയിൽ തിരിച്ചു വന്നിട്ടുണ്ട്. ആരൊക്കെ? ആ ഒരു ലേഡി, അമ്മ, അതുപോലെ തന്നെ അനിയൻ, പിന്നെ യൂൻഹി ആണെങ്കിൽ അവിടെ ഇരിപ്പുണ്ട്. അമ്മേനെ അവിടെ ആക്കിയതിനു ശേഷം ആ ലേഡിയും ഭർത്താവും അവിടെ നിന്ന് കാർ എടുത്ത് പോവുകയാണ്. കാർ എടുത്ത് അവരങ്ങ് ദൂരെ പോയതിനു ശേഷം, ആ കടയുടെ അടുത്ത് നിന്ന് ദൂരെ പോയതിനു ശേഷം യൂൻഹി ആണെങ്കിൽ അച്ഛൻ എഴുതി കൊടുത്തൊരു പേപ്പർ ഇല്ലേ, അത് കൊണ്ടുവന്ന് അമ്മയ്ക്ക് കൊടുക്കുകയാണ്. അമ്മ അത് വായിച്ചു നോക്കിയിട്ട് എന്തോ പോലെ ഇരിക്കുന്നുണ്ട്, എന്തോ വിഷമം വന്നതുപോലെ. എന്നാൽ യൂൻഹിക്ക് അക്ഷരം വായിക്കാനായിട്ട് അറിയത്തില്ല, അതുകൊണ്ട് തന്നെ അവൾക്ക് എന്താ സംഭവം ഒന്നും മനസ്സിലാവുന്നുമില്ല, അമ്മ പറയുന്നുമില്ല. അന്ന് രാത്രിയാവുന്ന സമയത്ത് ഇവരെ എല്ലാരെയും കാണാനായിട്ട് അച്ഛൻ ആ കടയിലോട്ട് വന്നിട്ടുണ്ട്. അച്ഛൻ വരുമെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ അമ്മ പുറത്തോട്ടിറങ്ങി വരികയാണ്. ആ ലെറ്ററിൽ മറ്റൊന്നല്ല എഴുതിയിരുന്നത്, അച്ഛൻ അവരെ കാണാൻ വരുമെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മ അങ്ങോട്ട് ഇറങ്ങി വരും. അച്ഛൻ അവരെ വിളിക്കും, പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടെ നിന്ന് പോവാന്ന് പറഞ്ഞിട്ട്. എന്നാൽ അമ്മ വരാനായിട്ട് കൂട്ടാക്കുന്നില്ല. നല്ലൊരു ജീവിതം കിട്ടിയിട്ടുണ്ട്, കുട്ടികൾക്ക് ഇപ്പോൾ ഫുഡ് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ഇവർക്ക് രണ്ടുപേർക്ക് സ്കൂളിൽ പോവാം, അനിയനും അതുപോലെ തന്നെ യൂൻഹിക്കും. അതുകൊണ്ട് തന്നെ അമ്മ വരുന്നില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കും. അതുപോലെ തന്നെ കുറച്ച് പൈസ എടുത്ത് അച്ഛന് കൊടുക്കുകയാണ്, നിങ്ങൾ ഇത് കൊണ്ടുപോയി ഫുഡ് വാങ്ങിച്ച് കഴിച്ചോ എന്ന് പറഞ്ഞിട്ട്. അച്ഛൻ ഇത് കാണുമ്പോൾ ഒരുപാട് ദേഷ്യം വന്നിട്ട് അവിടെ ഇരിക്കുന്ന ഒരു കസേര എടുത്ത് അമ്മേനെ അടിക്കാനായിട്ട് തുനിയും. എന്നാൽ അടിക്കുന്നൊന്നുമില്ല. അച്ഛൻ ആദ്യം ദേഷ്യപ്പെട്ടെങ്കിലും പിന്നീട് വിഷമം കാരണം അവിടെ ഇരുന്ന് കരയാണ്, എന്റെ കൂടെ വാ, നമുക്ക് പഴയതുപോലെ പോയി സന്തോഷിച്ച് ജീവിക്കാന്ന്, പഴയതുപോലെ തെരുവിൽ ഇറങ്ങി ജീവിക്കാന്ന്. എന്നാൽ അമ്മയ്ക്ക് അതിനോട് താല്പര്യമില്ല. ഇപ്പൊ നല്ലൊരു ജീവിതമാണ് കിട്ടിയിരിക്കുന്നത്. അമ്മയ്ക്കും ആകെ കുറ്റബോധം വന്നിട്ട് അവിടെ ഇരുന്ന് കരയാണ്, എന്നോട് ക്ഷമിക്കണം, എന്റെ കുട്ടികളെ എനിക്ക് വളർത്തിയേ പറ്റത്തുള്ളൂ, ഫുഡ് വേണം, അതുപോലെ തന്നെ സ്കൂള് വേണം, എഡ്യൂക്കേഷൻ വേണം, ഇതെല്ലാം എന്റെ കുട്ടികൾക്ക് എനിക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ, അതുകൊണ്ട് നിങ്ങളുടെ കൂടെ വരാൻ പറ്റത്തില്ല, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് കരയാണ്. അന്ന് രാത്രി അച്ഛനാണെങ്കിൽ ഒരു സ്ഥലത്ത് ആകെ വിഷമിച്ച് വന്ന് കിടന്നുറങ്ങാണ്. ഉറങ്ങാനൊന്നും കഴിയുന്നില്ല, അങ്ങനെ കിടക്കാണ്. സ്വന്തം ഫാമിലി അയാളെ തള്ളി പറഞ്ഞില്ലേ, പക്ഷെ അയാളുടെ കയ്യിൽ തെറ്റുകൊണ്ട് തന്നെയാണ്. അയാളുടെ ഫാമിലിനെ നല്ല രീതിയിൽ നോക്കാതെ അവരുടെ അടുത്തൂടെ തെരുവിൽ ഇറങ്ങാൻ പറഞ്ഞാൽ അവർ കേൾക്കോ? ഇല്ല, അവർക്ക് നല്ലൊരു ജീവിതം കിട്ടണ്ടേ. കട്ട് ചെയ്താൽ ലേഡീനെ കാണിക്കുകയാണെങ്കിൽ ലേഡി ഹസ്ബൻഡിനെയും കൊണ്ട് വീട്ടിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് ഹസ്ബൻഡിനോട് ഓപ്പൺ ആയിട്ട് തന്നെ പറയാണ്, ആ ലേഡിക്ക് ആ കുട്ടികളെ നല്ല രീതിയിൽ നോക്കിയാൽ കൊള്ളാമെന്നുണ്ടെന്നും അതുപോലെ തന്നെ അവരുടെ കൂടെ ജീവിക്കണമെന്നും. എന്നാൽ ഹസ്ബൻഡ് അതിന് ഇപ്പൊ എതിർത്തൊന്നും പറയുന്നില്ല. അയാൾക്കും താല്പര്യമാണ്, എന്നാൽ താല്പര്യമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പിറ്റന്നാവുമ്പോൾ അമ്മയാണെങ്കിൽ കടയിൽ നിന്ന് ജോലി ചെയ്യാണ്. കുട്ടികളെ രണ്ടുപേരും അങ്ങോട്ട് വന്നിട്ട് അച്ഛൻ എപ്പം വരുമെന്ന് ചോദിക്കും. എന്നാൽ അമ്മ അതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുന്നില്ല. അച്ഛൻ എത്രയും പെട്ടെന്ന് വരുമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അമ്മയ്ക്ക് വലിയ താല്പര്യമില്ല അച്ഛന്റെ കൂടെ പോകാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ലേഡി ആണെങ്കിൽ ഈ യൂൻഹിയുടെ സ്കൂളിന്റെ അഡ്മിഷന്റെ കാര്യം റെഡിയാക്കിയിട്ടുണ്ട്. ഈ കാര്യം വന്ന് യൂൻഹിയുടെ അമ്മയുടെ അടുത്ത് പറയാണ്. യൂൻഹിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്, അവൾക്ക് സ്കൂളിൽ പോകാനായിട്ട് കഴിയുമല്ലോ. എന്നാൽ അവൾ ഒരുപാട് വൈകിപ്പോയി, പക്ഷെ അതൊന്നും സാരമില്ല, അവൾക്ക് സ്കൂളിൽ പോകാനായിട്ട് കഴിയും. അതുപോലെ തന്നെ അമ്മയുടെ അത്ര പൈസ ഇല്ല യൂൻഹിനെ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കാനായിട്ട്. അത് പറയുമ്പോൾ ലേഡി പറയും, അതിന് നിങ്ങളുടെ പൈസയൊന്നും ആവശ്യമില്ല, കുട്ടികൾക്ക് സ്കൂളിങ് ഫ്രീ ആണെന്ന്. പിന്നീട് യൂൻഹിനെയും വിളിച്ചുകൊണ്ട് ലേഡി ആണെങ്കിൽ സ്കൂളിൽ പോയി അഡ്മിഷൻ എടുക്കും. അവൾക്ക് LKG UKG ഇല്ല, പകരം ഡയറക്റ്റ് 1ാം ക്ലാസ്സിൽ കയറാം, കാരണം പ്രായമുണ്ടല്ലോ, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ABCD ഒക്കെ അറിയാം, ഈ ലേഡി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ എളുപ്പമായില്ലേ. അതുപോലെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ സ്കൂളിലുള്ള ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് യൂൻഹിയുടെ ആരാണ് ഈ ലേഡി എന്ന്. ഈ ലേഡി മറ്റാരുമല്ല, ആന്റി ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് ഡോക്യുമെന്റിൽ ഫിൽ ചെയ്തേക്കുന്നത്. എന്തായാലും അഡ്മിഷനൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ തിരിച്ച് നടന്നു പോവാണ്. യൂൻഹി ആണെങ്കിൽ അവിടുത്തെ ഭിത്തിയിലെല്ലാം വരച്ചു വെച്ചേക്കുന്ന ഓരോ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. കുട്ടികൾ ഡ്രോയിങ് ഒക്കെ വരയ്ക്കത്തില്ലേ, അതൊക്കെ നോക്കി വരുമ്പോൾ അതിനകത്ത് ശ്രദ്ധ കൊടുത്തിട്ട് തറയിൽ മറിഞ്ഞു വീഴും. ലേഡിയാണ് പിടിച്ചെണീപ്പിക്കുന്നത്, മോൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചിട്ട്. മറിഞ്ഞു വീഴുന്നതല്ലേ. ഈ നേരം അച്ഛനാണെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ വന്ന് ആകെ പ്രാന്ത് കയറിയതുപോലെ എല്ലാ സാധനങ്ങളും വലിച്ചു വാരിയിടുകയാണ്. ഓരോ കാര്യങ്ങൾ എടുക്കും, കുറച്ച് തിന്നും, എടുത്ത് കളയും. അങ്ങനെ കുറെ തക്കാളികൾ ഇരിക്കുന്ന സെക്ഷനിൽ വന്നിട്ട് ആ തക്കാളികളെല്ലാം വലിച്ചു വാരി തിന്നാനായിട്ട് തുടങ്ങും. പക്ഷെ ഇത് കാണുന്ന സെയിൽസ്മാൻ ഒക്കെ വെറുതെ വിടുമോ? അവര് വന്ന് പിടിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കുമെങ്കിലും ഇയാൾ അത് കേൾക്കില്ല. ഇയാൾ അവരെയൊക്കെ തള്ളി മാറ്റി അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് എറിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടും. പിന്നാലെ തന്നെ ഇയാളെ പിടിക്കാനായിട്ട്, ഈ പൊട്ടിച്ചു കളഞ്ഞ സാധനത്തിന്റെയൊക്കെ പൈസ വാങ്ങാനായിട്ട് കുറെ അധികം സെയിൽസ്മാൻമാര് പിറകെ ഓടും. ഷോപ്പ്
കീപ്പേഴ്സ് ഇല്ലേ അവരാണ്. അവർ ഓടുന്ന സമയത്ത് ഇയാളാണെങ്കിൽ ഒരു പാലത്തിന്റെ മണ്ടയിൽ നിന്ന് താഴെ ചാടും. അവിടെ നിന്നും എങ്ങനെയെങ്കിലുമൊക്കെ ഓടി പോവാണ്. അവിടെ മൊത്തം ഇങ്ങനെ വൃത്തികേടായിട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ ഈ പിറകെ പിടിക്കാൻ വന്ന ആൾക്കാരൊന്നും ഇയാളുടെ പിന്നാലെ പോകുന്നില്ല. ഇയാൾ എങ്ങനെയെങ്കിലുമൊക്കെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. ഈ നേരം അമ്മ കടയിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ ആ ലേഡിയുടെ ഭർത്താവ് അങ്ങോട്ട് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ആ ലേഡിനെയും വിളിച്ച് അകത്ത് വന്ന് ചായ ഇട്ട് കൊടുത്തിട്ട് സംസാരിക്കുകയാണ്. ആ ലേഡിയോട് ചോദിക്കും, ഇത്രയും നാൾ നിങ്ങൾ എങ്ങനെയാണ് ജീവിച്ചത്, എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതകഥയെന്ന്. അമ്മയാണെങ്കിൽ പതിയെ പതിയെ പറഞ്ഞു കൊടുക്കും ആ ചായയും കുടിച്ചുകൊണ്ട്. ഈ അമ്മയാണെങ്കിൽ സ്കൂളിലേ പോയിട്ടുള്ളൂ, കോളേജിൽ പോയിട്ടില്ല. സ്കൂളിൽ വെച്ച് ഡ്രോപ്പ് ഔട്ട് ചെയ്തു. അന്നാണെങ്കിൽ ഈ അച്ഛനാണെങ്കിൽ ഒരു കോളേജിലായിരുന്നു പഠിച്ചിരുന്നത്. ഈ അച്ഛന് സ്വന്തമായിട്ട് കടയൊക്കെ ഉണ്ടായിരുന്നു അച്ഛന്റെ ഫാമിലിക്ക്. അങ്ങനെ ആ ഫാമിലിയുടെ റെസ്റ്റോറന്റിൽ ഈ അമ്മയാണെങ്കിൽ ജോലിക്ക് പോയി, സ്കൂളിലെ പഠിത്തം കളഞ്ഞിട്ട്. അതുമല്ല ഈ അമ്മയാണെങ്കിൽ ഒരു അനാഥയായിരുന്നു കേട്ടോ. അങ്ങനെ ഈ റെസ്റ്റോറന്റിൽ ജോലി ചെയ്ത സമയത്ത് അച്ഛനും അമ്മയും പ്രണയത്തിലായി. അവർ കല്യാണം കഴിക്കണതിന് മുമ്പ് ഈ അമ്മ പ്രഗ്നന്റ് ആയി. യൂൻഹീനെ പ്രഗ്നന്റ് ആയി. യൂൻഹീനെ പ്രസവിച്ച ശേഷം ഇവര് രണ്ടുപേരും കല്യാണം കഴിച്ചു. അതിനുശേഷം അവരങ്ങനെ ജീവിച്ചു. നല്ല രീതിയിലാണ് ജീവിച്ചത്. ഈ അച്ഛനാണെങ്കിൽ നല്ല പൈസ ഉള്ള വീട്ടിലായിരുന്നു. അങ്ങനെ ഒരു ദിവസം എന്താ ചെയ്തതെന്ന് അറിയാമോ? ഈ അച്ഛനാണെങ്കിൽ കുറെ അധികം പൈസ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്തു ഏതോ ഒരു സ്റ്റോക്കിൽ. അങ്ങനെ അതെല്ലാം കൂടെ പൊട്ടിയിട്ട് ഇയാൾ ആകെ കടത്തിലായി. കുറെ ആൾക്കാർ ഇയാൾ അന്വേഷിച്ചു വന്നു. ഫാമിലിന് കുറെ അധികം ബുദ്ധിമുട്ടിച്ചു. അങ്ങനെ ഇതിൽ നിന്നെല്ലാം ഒളിച്ചോടി നടക്കുന്ന ഒരു മനുഷ്യനും കുടുംബമായിരുന്നു ഇവരെല്ലാരും. ഇതാണ് അവരുടെ ലൈഫ് സ്റ്റോറി. ഇത് പറഞ്ഞിട്ട് അമ്മയാണെങ്കിൽ കരയാൻ തുടങ്ങും. ഭർത്താവിന് ആകെ പാവം തോന്നിയിട്ട് നിങ്ങൾ നിങ്ങളുടെ സമയം എടുത്തോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മാറിപ്പോവും. ഇനി ആ ലേഡിയോട് ചോദിച്ചാൽ അവർ ഉറപ്പായിട്ട് കരയും. അതുകൊണ്ടാണ് മാറിപ്പോയത്. ഇപ്പൊ അച്ഛൻ എന്ത് ചെയ്യാന്ന് നോക്കിയാൽ ഒരു കാട്ടിൽ വന്നിട്ട് ദേഹത്തെല്ലാം ചെളി വാരി പൊത്തുകയാണ്. അതെല്ലാം കൂടെ വാരി പൊത്തിയതിനു ശേഷം നേരെ ചെല്ലുന്നത് ആ ഒരു ലേഡിയുടെ കടയിലാണ്. അവിടെ ചെല്ലുമ്പോ എന്താ എല്ലാരും കൂടെ കഴിക്കാനായിട്ട് പാചകം ചെയ്യാണ്. ഈ അച്ഛന്റെ കോലവും വേഷവും അതുപോലെ തന്നെ കയ്യിലൊരു ബോംബും ഉണ്ട്, എറിഞ്ഞു പൊട്ടിക്കാനായിട്ടുള്ള ഒരു ബോംബ്, ചെറിയൊരു പടക്കം പോലെ. ഇത് കണ്ട ഉടനെ ഭർത്താവാണെങ്കിൽ കുഞ്ഞിനെ പിടിച്ച് മാറ്റി നിർത്തും. ഈ കുഞ്ഞാണെങ്കിൽ അച്ഛാന്ന് പറഞ്ഞ് ഓടി അടുത്തോട്ട് ചെല്ലാൻ പോയതായിരുന്നു. എന്നാൽ ഈ അച്ഛനാണെങ്കിൽ നല്ല വൈരാഗ്യമായിട്ടുണ്ട്. ഫാമിലി കൂടെ വരുന്നില്ലല്ലോ വിളിച്ചിട്ട്. ആ ഒരു ദേഷ്യത്തിൽ ഇവരെ ആക്രമിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. കുറെ നേരം ഇവർ മിണ്ടാതെ നിന്നെങ്കിലും ഈ അച്ഛനാണെങ്കിൽ പോകുന്നില്ല, പ്രശ്നം ഉണ്ടാക്കാനായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഭർത്താവും അതുപോലെ തന്നെ ജോലിക്കാരനും കൂടെ ഈ ഒരു അച്ഛനെ പെട്ടെന്ന് കയറി പിടിക്കുകയാണ്. മറിഞ്ഞു വീഴും. അതുമല്ല അവിടെ കുക്ക് ചെയ്യുന്ന കുറെ തീയൊക്കെ ഉണ്ടായിരുന്നു. ഈ തീയെല്ലാം കൂടെ തട്ടിയിടും. തീ ചെന്ന് മറിഞ്ഞു വീഴുന്നതാവട്ടെ തൊട്ടടുത്തുള്ള കുറെ അധികം ഫർണിച്ചറിലാണ്. ആ ഫർണിച്ചറിൽ തീ പിടിക്കും. ഇത് കണ്ടു നിൽക്കാനായിട്ട് അമ്മയ്ക്ക് കഴിഞ്ഞില്ല. അമ്മ കാരണമാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ തീ അണയ്ക്കാനായിട്ട് അടുത്തോട്ട് ചെന്ന് തീ അണയ്ക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അത് നടന്നില്ല. പകരം അവരുടെ ഡ്രസ്സിലെല്ലാം കൂടെ തീ പിടിക്കുകയാണ്. അത് അണയ്ക്കാനായിട്ട് ലേഡിയും ബാക്കിയുള്ള ആൾക്കാരും കൂടെ ചെന്നെങ്കിലും നടക്കുന്നില്ല. അദ്ദേഹത്തിന് നല്ല രീതിയിൽ തീ പിടിച്ചിട്ടുണ്ട്. പക്ഷേ അച്ഛൻ എന്താ ചെയ്യുന്നതെന്നറിയാമോ? പെട്ടെന്ന് തന്നെ ആ ലേഡീനെ കെട്ടിപ്പിടിക്കുകയാണ്. അവരെ തീ അണയ്ക്കാനായിട്ട് സമ്മതിച്ചില്ല. ഈ കെട്ടിപ്പിടിച്ച സമയത്ത് മുകളിൽ വേറെ കുറെ ഫർണിച്ചർ കൂടെ ഉണ്ടായിരുന്നു. അതിനെല്ലാത്തിനും കൂടെ തീ പിടിച്ചിട്ട് അതെല്ലാം കൂടെ മുകളിൽ മറിഞ്ഞു വീഴാണ്. അവരുടെ ദേഹത്ത് മറിഞ്ഞു വീഴാണ്. രണ്ടുപേരും അതിന്റെ ഉള്ളിൽ പെട്ടുപോയി. പെട്ടെന്ന് തന്നെ ലേഡിയും ബാക്കിയുള്ള ആൾക്കാരും ആംബുലൻസിനെയും അതുപോലെ തന്നെ പോലീസിനെയും ഫയർഫോഴ്സിനെയും എല്ലാവരും വിളിച്ച് പറയുകയാണ്. കുറെ നേരം കഴിഞ്ഞിട്ടാണ് ഇവരെല്ലാരും വരുന്നത്. ബാക്കിയുള്ള ആൾക്കാർ, അതായത് കുട്ടികളും ഭർത്താവും പിന്നെ ഈ ലേഡിയും കൂടെ ആകെ വിഷമിച്ച് അവിടെ മാറിയിരിക്കുകയാണ്. രണ്ട് ജീവനാണ് തീയിൽപ്പെട്ട് അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്കൊന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല. തീയിൽ ഇവർക്ക് കണ്ടു നിന്ന് കരയാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നീട് ഈ ഫയർഫോഴ്സ് തീ അണച്ച് അതെല്ലാം പറക്കി നോക്കുമ്പോഴായിരിക്കും രണ്ട് ബോഡി കിട്ടുന്നത്. അച്ഛനാണെങ്കിൽ ആകെ കത്തി നശിച്ചു പോയിട്ടുണ്ട്. ദേഹം എല്ലാം കത്തിയതാണ്. എന്നാൽ അമ്മയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഈ അമ്മയുടെ ദേഹത്ത് തീ പിടിക്കാതിരിക്കാനായിട്ട് അച്ഛൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ ഒരു തീയെല്ലാം അദ്ദേഹമാണ് ഏറ്റുവാങ്ങിയത്. അമ്മയ്ക്ക് വലിയ പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല. എന്തായാലും ജീവനുണ്ടോ എന്ന് അറിയത്തില്ല. കട്ട് ചെയ്താൽ ഒരുപാട് മാസങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. ഇപ്പൊ യൂൻഹി ആണെങ്കിൽ സ്കൂളിലാണ് പഠിക്കുന്നത്. കൂട്ടുകാരോടൊത്ത് നല്ല സന്തോഷത്തിൽ ഇറങ്ങി വരുന്നുണ്ട്. പിന്നീട് അവളാണെങ്കിൽ ഒരു സ്റ്റെപ്പ് കയറി പോവാണ്. കൂടെ തന്നെ ഒരു കൂട്ടുകാരിയുണ്ട്. പോകുന്ന സമയത്ത് തന്നെ ഒരു മനുഷ്യൻ അവിടെ ഇരുന്ന് തെണ്ടാണ് പൈസയ്ക്ക് വേണ്ടിയിട്ട്. അത് കാണുമ്പോൾ യൂൻഹിക്ക് യൂൻഹിന്റെ അച്ഛനെയാണ് ഓർമ്മ വരുന്നത്. പക്ഷേ ഒന്നും കൂടെ സൂക്ഷിച്ച് നോക്കുമ്പോൾ അത് അച്ഛനല്ല. ആ ഒരു മനുഷ്യന് പൈസ കൊടുത്തിട്ട് അവിടെ നിന്ന് മാറിപ്പോവാണ്. അച്ഛനായിട്ട് തോന്നിയതാണ്. അച്ഛനും ഇങ്ങനെ ഒരു മനുഷ്യനല്ലായിരുന്നു. ബാക്കിയുള്ള ആൾക്കാരോട് യാചിക്കത്തില്ലേ പൈസയ്ക്ക് വേണ്ടിയിട്ട്. ഇതിനുശേഷം യൂൻഹി നേരെ ചെല്ലുന്നത് ആ ഒരു പഴയ കടയിലാണ്. ഇവളെ കാത്തുകൊണ്ട് തന്നെ അമ്മ, അതുപോലെ തന്നെ ലേഡി, അനിയൻ, പിന്നെ വേറൊരു കുട്ടിയോടുണ്ട് കേട്ടോ. അനിയനോ അനിയത്തിയോ ആരാന്നറിയത്തില്ല. അമ്മയ്ക്കാണെങ്കിൽ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. നല്ല രീതിയിൽ പ്രസവിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒരു കുട്ടിയോടുണ്ട്. അങ്ങനെ എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. പിന്നെ യൂൻഹിയുടെ അച്ഛന് വേണ്ടി ലെറ്റർ ഒക്കെ എഴുതുന്നുണ്ട് കേട്ടോ. ലെറ്റർ എഴുതിയെന്ന് നമ്മളെ വായിച്ച് കേൾപ്പിക്കുന്നേ ഉള്ളൂ. അച്ഛനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അമ്മ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ചിലപ്പോൾ അച്ഛൻ ജീവനോടെ കാണാം, എവിടെയെങ്കിലും ട്രീറ്റ്മെന്റിലായിരിക്കാം, അറിയില്ല. അച്ഛൻ ജീവനോടെ എന്തായാലും കാണുമായിരിക്കും. അതുകൊണ്ടാണ് ആ ഒരു ലെറ്റർ വായിച്ചതുപോലെ നമ്മളെ കേൾപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഇവരെല്ലാരും കൂടെ നല്ല സന്തോഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യൂ. അടുത്തൊരു മൂവി ആയിട്ട് കാണും വരെ ഓക്കെ ബൈ.